ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദ് ജഅൽനൽ ബൈത മസാബതൻ ലിന്നാസി വഅംനാ വത്തഖിദൂ മിൻ മഖാമി ഇബ്രാഹീമ മുസല്ലാ وأعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود. صدق الله العلي العظيم. ഏറ്റവും ബഹുമാനവും സ്നേഹമുള്ള സഹാറ ട്രാവൽസിൻ്റെ എംഡിമാരായിട്ടുള്ള അബ്ദുൾ റഷീദ് ഹാജി, ജാബിർ, അതുപോലെ തന്നെ ഞാൻ ഏറ്റവും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അബ്ദുൽ അസീസ് ഉസ്താദ് മൂത്തേടം, ഞങ്ങൾ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി തങ്ങളോടൊപ്പം 10 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 12 വർഷങ്ങൾക്ക് മുമ്പ് ഫലസ്തീനിൽ ഒരുമിച്ച് പോയ ആളാണ്. അള്ളാഹു നമുക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാവട്ടെ. അതുപോലെ സ്റ്റേജിലുള്ള നമ്മുടെ അമീർ റഹ്മാൻ ഉസ്താദ്, നാസർ ഉസ്താദ്, അതേപോലെ തന്നെ ഷരീഫ് ഫൈസ് ഉസ്താദ് അവർകൾ, ബഹുമാനപ്പെട്ട ദാരിം ഉസ്താദ്, കുഞ്ഞു സാഹിബ്, ഹനീഫ ഫൈസി, സഹാറ ട്രാവൽസിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്നേഹനിധികളായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി കൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റാഫ് അംഗങ്ങൾ, പ്രിയപ്പെട്ട ഹാജിമാരെ, ഹജ്ജുമ്മമാരെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അവൻ കബൂൽ ചെയ്യുമാറാകട്ടെ. 2 ലോകത്തും നമുക്ക് നമ്മുടെ കുടുംബത്തോടൊപ്പം, നമുക്ക് വേണ്ടപ്പെട്ടവരോടൊപ്പം ഒരുപാട് വിജയങ്ങൾ കൈവരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ചർച്ച ചെയ്യുന്ന ക്ലാസ്സിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സ്വീകരിക്കുന്ന രീതിയിലുള്ള ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്ത് വളരെ സന്തോഷത്തോടു കൂടെ മടങ്ങി വന്ന് വീണ്ടും സംഗമിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കുകയാണ്. എല്ലാവർക്കും നല്ല സുഖമാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് എണീറ്റ് നിന്ന് നമുക്കൊന്ന് തൽബിയത്ത് ചൊല്ലിയിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. ഏതായാലും 2 മണിക്കൂറായി നമ്മൾ ഇരിക്കുന്നിവിടെ. അപ്പം അതുകൊണ്ട് ഒന്ന് തൽബിയത്ത് ചൊല്ലി ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك لبيك اللهم لبيك لبيك لا شريك لك لبيك إن الحمد والنعمة لك والملك لا شريك لك. എല്ലാവരും ഇരിക്കും ഇൻഷാ അല്ലാഹ്. പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ചെയ്യാൻ, ഉംറ കർമ്മം നിർവഹിക്കാൻ ആഗ്രഹത്തോടു കൂടെ ഇരിക്കുന്നവരാണ് നാം എല്ലാവരും. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ളവരെ, കൂടുതലായിട്ട് ചരിത്രങ്ങൾ പറഞ്ഞ് വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നേരത്തെ നാസർ ഉസ്താദ് പറഞ്ഞതുപോലെ ധാരാളം ഉസ്താദുമാർ നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ട് പരിശുദ്ധമായ മക്കയുടെയും മദീനയുടെയും എന്ന് വേണ്ട ചരിത്രങ്ങൾ ഉറങ്ങുന്ന മിനായുടെയും അറഫയുടെയും മുസ്ദലിഫയുടെയും ഒരുപാട് കഥകൾ ആധികാരികമായി കൊണ്ട് അവതരിപ്പിക്കാനുള്ള സമയം നമുക്കുണ്ട്. കൂടെ ഉസ്താദുമാരുണ്ട്. അപ്പം അതുകൊണ്ട് കൂടുതലായിട്ട് ഞാൻ ചരിത്രങ്ങളിലേക്ക് കടക്കുന്നില്ല.
വിഷയത്തിൻ്റെ വളരെ പ്രാധാന്യപ്പെട്ട കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ കൊണ്ടുപോവുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. ഇൻഷാ അല്ലാഹ് മക്കയിലെത്തിയതിൻ്റെ ശേഷം നമുക്ക് ഹജ്ജിനെ കുറിച്ചുകൊണ്ടും ഉംറയെ കുറിച്ചുകൊണ്ടും ധാരാളം കാര്യങ്ങൾ പറയാനുള്ളത് കൊണ്ട് ചില സൂചനകൾ നൽകുക എന്ന് മാത്രം. കാരണം ഹജ്ജിൻ്റെ ക്ലാസ്സാണല്ലോ. അപ്പോൾ ഹജ്ജുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. നമുക്കറിയാം, കഴിഞ്ഞ വർഷമൊക്കെ ഹജ്ജിന് വേണ്ടി പണമടച്ചുകൊണ്ട് ഒരുങ്ങി നിന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ട്. ഞാനടക്കമുള്ള, റഷീദാജ് അടക്കമുള്ള, ജാബിർ അടക്കമുള്ള ആളുകൾ, അതേപോലെ തന്നെ 70 കഴിഞ്ഞ സഹോദരന്മാരടക്കമുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ തീരുമാനവും വിളിയും ലഭിക്കാത്തത് കാരണം അവസാന നിമിഷമെങ്കിലും പോകുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടുകൊണ്ട് വീണ്ടും ഇൻഷാ അല്ലാഹ് ഒരു ഒത്തുകൂടൽ ഇവിടെ നടത്തിയിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് പരിശുദ്ധമായ ഭവനത്തിൽ ചെന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ വർഷം പോകാത്ത ആളുകൾ ആശങ്കപ്പെടേണ്ടതില്ല, അവരതിൽ പ്രയാസപ്പെടേണ്ടതില്ല. കാരണം അവർക്കത് രണ്ടാമത്തെ ഹജ്ജാണ്. കഴിഞ്ഞ വർഷം പോകാൻ ഒരുങ്ങിയത് കാരണം, അതേപോലെ തന്നെ അതിനുവേണ്ട തയ്യാറെടുപ്പുകൾ ചെയ്തത് കാരണം അവർക്ക് പോകാൻ കഴിയാത്തതിനാൽ അവർക്ക് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിച്ചതിൻ്റെ കൂലി ലഭിക്കും. പക്ഷെ കടമ വിടുകയില്ല. ഈ ഹജ്ജോട് കൂടെ രണ്ടാമത്തെ ഹജ്ജിലേക്കാണ് കഴിഞ്ഞ വർഷം മനസ്സുകൊണ്ട് കരുതി, എല്ലാ നിലയും കരുതിയ ആളുകൾക്ക് ലഭിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുക. അതുകൊണ്ട് കഴിഞ്ഞ വർഷം പോകാത്ത ഞാനടക്കമുള്ള ആളുകൾക്ക് ഒരു നിരാശയും വേണ്ട, ആശങ്കയും വേണ്ട. റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. പറഞ്ഞു വന്നത് വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഇബാദത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. നമുക്കറിയാലോ, ഈമാൻ കഴിഞ്ഞാൽ, ഷഹാദത്ത് കലിമ കഴിഞ്ഞാൽ പിന്നെ 5ാം സ്ഥാനത്തോടു കൂടെയാണ് പരിശുദ്ധമായ ഹജ്ജ് നമുക്ക് നിർബന്ധമായിട്ടുള്ളത്. ഹജ്ജ് എന്നുള്ളത് നിസ്കാരവും നോമ്പും സക്കാത്തും എല്ലാം കഴിയതിന് ശേഷമാണ് ഈ ഹജ്ജ് കർമ്മം അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത്. കാരണം അതിന് ചില മാനദണ്ഡങ്ങൾ നമുക്ക് ചെയ്തു തീർക്കേണ്ടതുണ്ട്. അതിലേക്ക് ചില ശുറൂത്തുകളും ഫറലുകളും ഒത്തുചേരേണ്ടതുണ്ട്. ആ സമയത്താണ് പരിശുദ്ധമായ ഹജ്ജ് കർമ്മം ഒരു മുസ്ലിമായ ബുദ്ധിയുള്ള, പ്രായപൂർത്തിയുള്ള ഒരു മനുഷ്യന് നിർബന്ധമാകുന്നത്. അതുകൊണ്ട് പ്രായപൂർത്തിയുള്ള ആളുകളാണ് വാസ്തവത്തിൽ ഹജ്ജ് നിർബന്ധമുള്ളവരും. പ്രായപൂർത്തിയാകാത്ത ആളുകൾ ഹജ്ജ് ചെയ്താൽ അവർക്ക് പ്രായപൂർത്തിയായതിന് ശേഷം വീണ്ടും ഹജ്ജ് ചെയ്യുകയും വേണ്ടി വരും. അപ്പം അതുകൊണ്ട് പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ പോകുമ്പോൾ ഏത് ഇബാദത്തുകൾ ചെയ്യുമ്പോഴും ഉണ്ടാകുന്ന ഇഖ്ലാസ് നമുക്ക് നിർബന്ധമാണ്. ഇതുപോലൊരു വേദിയിൽ വെച്ചുകൊണ്ട് ഹജ്ജിൻ്റെ മുന്നൊരുക്കം എന്നുള്ള ക്ലാസ്സിൽ വെച്ചുകൊണ്ട് കൃത്യമായിക്കൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആ ഹജ്ജിന് പോകുമ്പോൾ ഒരു ഹാജ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിൻ്റെ മുന്നൊരുക്കം എന്തൊക്കെയാണെന്ന് ഈ ഇരിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ കേട്ട പലരും മനസ്സിലാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുന്നു, പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൽ പോകുമ്പോൾ 100% ഇഖ്ലാസോട് കൂടെ പോകണം എന്നുള്ളത് ആദ്യമായി നിങ്ങൾ അറിയിക്കാൻ. എൻ്റെ മക്കൾ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എൻ്റെ അയൽവാസി ഹജ്ജ് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്, എൻ്റെ ഉപ്പ നിർവഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പോകാതിരുന്നാൽ മോശമാണ് എന്നുള്ള തോന്നലോട് കൂടെ ഈ കർമ്മത്തിൽ നിങ്ങളാരും മെനക്കെടണ്ട. എന്ത് വേണം? 100% ഇഖ്ലാസോട് കൂടെ തന്നെ ആവട്ടെ. അള്ളാഹുവിന് തൗഫീഖ് നൽകുമാറാവട്ടെ. ഇത് 100% ഒരു ആത്മീയമായിട്ടുള്ള ഒരു യാത്രയാണ്. 100% ആത്മീയമായിട്ടുള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ട് ഒമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ, അള്ളാഹുവിന് വേണ്ടി മാത്രം എന്ന നിയ്യത്തോട് കൂടെയായിരിക്കണം എൻ്റെ യാത്രയും കൂടെ നിങ്ങളെ യാത്രയും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഒരുപാട് നാടുകൾ കാണുന്നവരാണ്, ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ യാത്ര ചെയ്യുന്നവരാണ്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 12 വർഷങ്ങൾക്ക് മുമ്പ് ഞാനും ഉസ്താദും അടക്കമുള്ള മഹാനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളെ കൂടെ പരിശുദ്ധമായ പുണ്യഭൂമി മസ്ജിദുൽ അഖ്സ അടക്കമുള്ള സ്ഥലങ്ങൾ സന്ദർശിച്ചവരാണ്. അത് ആത്മീയമായ ഒരു യാത്രയും ചെറിയ രീതിയിലുള്ള ഭൗതികമായ യാത്രയും ആ കൂട്ടത്തിലുണ്ട്. നേരെ മറിച്ചുകൊണ്ട് പരിശുദ്ധമായിട്ടുള്ള ഈ മക്കയിലേക്കുള്ള ആ യാത്ര 100% ആത്മീയമായിട്ടുള്ള യാത്രയാണ്. അതുകൊണ്ട് എന്ത് വേണം?
ഇഖ്ലാസോട് കൂടെ തന്നെ ആവട്ടെ നമ്മുടെ യാത്ര. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളൊക്കെ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഞാനും അങ്ങനെ തന്നെ കഴിഞ്ഞ നോമ്പിൻ്റെ മുമ്പ് ഓസ്ട്രേലിയ, ബ്രൂണെ പോലെ സ്ഥലങ്ങളൊക്കെ ഇൻഷാല്ല പോയിട്ടുണ്ട്. ഇൻഷാല്ല ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട് ഞാനും റഷീദാജിലൂടെ അമേരിക്കയ്ക്ക് പോകാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അൽഹംദുലില്ലാഹ് വിസയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു യാത്ര യഥാർത്ഥത്തിൽ ആത്മീയമായിട്ടുള്ള യാത്ര എന്ന് പറയാൻ കഴിയില്ല. വേണമെങ്കിൽ നമുക്ക് അങ്ങനെയാക്കാം. നമ്മുടെ നിയ്യത്ത് പോലെയാണല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഏതായിരുന്നാലും നിങ്ങളോട് ആദ്യമായി കൊണ്ട് അറിയിക്കുന്നത്, അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് പടച്ചവനെ സ്വർഗത്തിലേക്ക് ഇനി കടക്കണം, നരകത്തിൽ നിന്നുകൊണ്ട് പുറത്തു പോകണം, അർശിൻ്റെ തണലേക്ക് ലഭിക്കണം എന്ന നിയ്യത്തോട് കൂടെയാവട്ടെ നിങ്ങളെ ഇരുത്തവും ഈ കിടത്തവും വർത്തമാനം കേൾക്കലുമെല്ലാം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറഞ്ഞാൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് നിങ്ങൾ പോകുന്നു, നമ്മൾ പോകുന്നു. ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഞാൻ ഉംറയുടെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയുന്നില്ല. ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നേരത്തെ റഷീദാജി പറഞ്ഞതുപോലെ എല്ലാം ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഒരു വിസ കിട്ടാൻ വേണ്ടി പരമാവധി നമ്മൾ ശ്രമിച്ചു, നടന്നില്ല. ഈ വർഷം നോമ്പ് തീരുന്നതിന് മുമ്പ് തന്നെ 170 മാത്രമല്ല പ്ലസ് 400 ഏകദേശം 600 പേരുടെ ഹജ്ജ് വിസ, പരിശുദ്ധമായ ആ ഹജ്ജ് വിസ ഈ സഹാറയുടെ ആഭിമുഖ്യത്തിൽ അതിന് കീഴിലൂടെ അടിക്കപ്പെട്ടു. നമ്മൾ മാത്രമല്ല, ഉസ്താദും കൂട്ടരും വരുന്നുണ്ട്, ഇങ്ങനെ ധാരാളം ആളുകൾ വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്നും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം അൽഹംദുലില്ലാഹ് വിസ നമുക്ക് നേരത്തെ അടിച്ചു കിട്ടി. ഈ ഇൻഷാ അല്ലാഹ് നമുക്ക് നേരത്തെ പോവുകയും വേണം. അതിനുവേണ്ടി നിങ്ങൾ ആത്മാർത്ഥമായി കൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി നമ്മൾ പോകണം. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. സാധാരണ യാത്ര പോകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിങ്ങൾക്കറിയാം അതിനിക്ക് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അല്ലേ? നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഉംറക്ക് പോകുമ്പോൾ ഒരു ഹലാല യാത്ര പോകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം. ഒന്നാമതായിക്കൊണ്ട് നമ്മൾ ഹലാല യാത്രയാകുമ്പോൾ ഒരു 2 മർഹൽ അപ്പുറത്തേക്ക്, 130 കിലോമീറ്റർ അപ്പുറത്തേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു 2 റക്അത്ത് നമസ്കരിച്ചു കൊണ്ടല്ലേ നമ്മൾ ഇറങ്ങുന്നത്, അല്ലേ? ഒരു 2 റക്അത്ത് നിസ്കരിക്കണം. നമസ്കാരത്തിന് പേരെന്താണ്? യാത്രയുടെ 2 റക്അത്ത് നിസ്കാരം എന്നാ പറയൽ. അതിന് ചില നിസ്കരിക്കാൻ പാടില്ലാത്ത ചില സമയമുണ്ട്, അത് നിസ്കരിക്കേണ്ടതായിരിക്കുന്ന സമയമുണ്ട്. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ എന്ത് വേണം? യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. സാധാരണ വീട്ടിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എന്ത് വേണം? നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇടത് കാല് വെച്ചുകൊണ്ട് ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി പറയട്ടെ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ഇത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ഇടത് കാല് വെച്ചുകൊണ്ട് ഇറങ്ങാം. ഒരു പ്രയാസം നമുക്ക് ഉണ്ടാവില്ല. നമ്മൾ വീട്ടിൽ തിരിച്ചെത്തുന്നത് വരെ ഒരു പ്രയാസം നമുക്ക് ഉണ്ടാകൂല. കാരണം മഹാനാരിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്, ഒരാളെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി എന്നുള്ള ദിക്ർ ചൊല്ലിക്കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ്റെ റബ്ബിൻ്റെ മാലാഖകൾ സംരക്ഷിക്കും, പടച്ച തമ്പുരാൻ കാക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 26-ാം തീയതി പോകുന്ന ആളുകളാണെങ്കിലും 27-ാം തീയതി പോകുന്ന ആളുകളാണെങ്കിലും 29-ന് പോകുന്ന ആളുകളാണെങ്കിലും വീട്ടിൽ നിന്ന് നമ്മൾ യാത്രക്കുള്ള ഒരുക്കമാണ്. ഈ യാത്ര എന്തിനു വേണ്ടിയാണ്? ഉംറക്കുള്ള യാത്രയാണ്, ഹജ്ജിൻ്റെ യാത്രയാണെങ്കിലും. മനസ്സിലാകുന്നുണ്ടല്ലോ? കാരണം നമ്മുടെ ലക്ഷ്യം ഏതാണ്? ഹജ്ജാണെങ്കിലും ഇപ്പോൾ നമ്മൾ ഇറങ്ങുന്നത് ആ യാത്ര ആദ്യം നമ്മുടെ മുമ്പിൽ വരുന്നത് ഏതാണ്? ഹജ്ജാണോ ഉംറയാണോ? ഉംറയാണ്, അല്ലേ? ഈ ഇരിക്കുന്ന ആളുകളിൽ ഭൂരിഭാഗം ആളുകൾ ഉംറ ചെയ്തവരാണ്, അല്ലേ? ഉംറ ചെയ്യാത്തവരാരും കൂട്ടത്തിലില്ലല്ലോ. ഉണ്ടോ? ഉംറ ചെയ്യാത്തവരാരെയും ഉണ്ടോ? ഒന്ന് കൈവന്തിക്ക് ആരെങ്കിലും ഉണ്ട്? നിങ്ങൾ ഹജ്ജിന് വരുന്നുണ്ടോ? ഹജ്ജിന് വരുന്നുണ്ട്, അല്ലേ? അപ്പോൾ ഹജ്ജിന് വരുന്ന കൂട്ടത്തിൽ ആകെ 6-7 പേര് മാത്രമാണ് ഉംറ ചെയ്യാത്തുള്ളത്. മനസ്സിലായല്ലോ? ഏതായിരുന്നാലും ഉംറയുടെ കാര്യങ്ങളൊന്നും ചെറുങ്ങനെ തോണ്ടിയിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഹജ്ജിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉംറക്കായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടത് എന്താ? ഒന്നാമതായിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരം നമ്മളൊന്ന് ക്ലീൻ ചെയ്യണം. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ശരീരം നമ്മളെങ്ങനെ ക്ലീൻ ചെയ്യൽ എങ്ങനെയാണ്? ഉംറയ്ക്ക് വേണ്ടിയാകുമ്പോൾ നമ്മൾ ശരീരത്തിൽ ഒഴിവാക്കപ്പെടേണ്ട ചില രോമങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് നമുക്ക് അറിയാം, കക്ഷത്ത രോമങ്ങളും ഗുഹീയ രോമങ്ങളും നമ്മൾ ഒഴിവാക്കണം. അതൊന്നും കൂടുതലായിക്കൊണ്ട് വളർത്തേണ്ട സംഗതികളല്ല.
അപ്പം അതുകൊണ്ട് എന്തായിരിക്കണം, ഒന്നാമതായിക്കൊണ്ട് നമ്മൾ 26-ാം തീയതി പോകുന്ന ആളുകളും 27-ന് പോകുന്ന ആളുകളും അതിന് ശേഷം പോകുന്ന ആളുകളും പടച്ചവനെ ഞാൻ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് പോകാൻ, അള്ളാഹുവിൻ്റെ വീടിന് സാമ്പിൾ കണ്ടോ നിങ്ങൾ? ആ പരിശുദ്ധമായ ഗേഹത്തിലേക്ക് പോകുന്ന നമ്മൾ ഏതെങ്കിലും നിലയിൽ പോയാൽ പോരെന്ത് വേണം? അടിമുടി മനസ്സുകൊണ്ട് ക്ലീൻ ആവണം, ശരീരം കൊണ്ട് ക്ലീൻ ആകണം. ഇങ്ങനെ ക്ലീൻ ആയിക്കൊണ്ട് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ആവശ്യമില്ലാത്ത രോമങ്ങളൊക്കെ നമ്മൾ ആ നീയത്തോടു കൂടെ തന്നെ നമ്മൾ ഒഴിവാക്കും. അതെല്ലാം ഇഹ്റാമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ അതിന് മുന്നേ ആയിക്കൊണ്ട് ചെയ്യേണ്ട സംഗതികളാണ്. അതേപോലെ തന്നെ നഖം മുറിക്കുക, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? എന്നിട്ട് എന്ത് വേണം? നല്ല ഒന്നാന്തരം ഒരു കുളി നമ്മൾ കുളിക്കണം, അല്ലേ? ഒരുപാട് കുളി നമ്മൾ കുളിക്കുന്നവരാണ്. ഇപ്പം കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ കുളിച്ചിട്ടുണ്ട്, പോരുമ്പോൾ നമ്മൾ കുളിച്ചിട്ടുണ്ട്, പെരുന്നാൾക്ക് നമ്മൾ കുളിച്ചിട്ടുണ്ട്. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് കുളികൾ നമ്മൾ കുളിക്കുന്നവരാണെങ്കിലും ഇഹ്റാമിന് വേണ്ടി നമ്മൾ കുളിക്കുന്നത് ഈ ഉംറയ്ക്ക് വേണ്ടി പോകുമ്പോഴാണ്, അല്ലേ? നമ്മൾ കോട്ടയ്ക്കലേക്ക് പോകുമ്പോൾ ഇഹ്റാം ഒരു കുളി കുളിച്ചിട്ടില്ലല്ലോ, അല്ലേ? ക്ലാസ്സിന് പങ്കെടുക്കാൻ വന്നപ്പോൾ നമ്മൾ കുളി കുളിച്ചിട്ടുണ്ട്. പക്ഷേ എന്തിനു വേണ്ടിയല്ല? അത് ഇഹ്റാമിന് വേണ്ടിയല്ല, അത് ഹജ്ജിന് വേണ്ടിയുമല്ല, ഉംറയ്ക്ക് വേണ്ടിയുമല്ല. അത് സാധാ ഒരു കുളിയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രത്യേകമായിട്ട് നിയ്യത്ത് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഈ പറയപ്പെട്ട ദിവസങ്ങളിൽ നിങ്ങൾ രാവിലെ ഇറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ ഉച്ചക്ക് ഇറങ്ങുന്ന സമയത്ത് ഏത് സമയത്താണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ എന്ത് വേണം? ഇഹ്റാമിൻ്റെ സുന്നത്തായിട്ടുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ നന്നായിട്ട് കുളിക്കണം. നല്ല സോപ്പൊക്കെ തേച്ച്, പറ്റുമെങ്കിൽ ഒരു എണ്ണയൊക്കെ തേച്ച് നന്നായിട്ടൊന്ന് കുളിക്കുക. മനസ്സിലായല്ലോ? കുളിച്ച് കഴിഞ്ഞതിന് ശേഷം ഇഹ്റാമിനായതുകൊണ്ട്, ഇഹ്റാം എന്ന് പറയുമ്പോൾ അത് ഹജ്ജിൻ്റെ ഇഹ്റാമെന്നോ ഉംറയുടെ ഇഹ്റാമെന്നോ കരുതേണ്ട ആവശ്യമൊന്നുമില്ല. എന്ത് കരുതിയാൽ മതി? ഇഹ്റാമിൻ്റെ സുന്നത്തായിട്ടുള്ള കുളി ഞാൻ കുളിക്കുന്നു എന്ന് കരുതിക്കൊണ്ടാണ് എന്തിനു കുളിക്കേണ്ടത്. എന്നിട്ട് ശരീരത്തിൽ പറ്റുമെങ്കിൽ നല്ലൊരു സുഗന്ധ ദ്രവ്യമൊക്കെ പൂശ, എന്തെങ്കിലും ഒരു സുഗന്ധമുള്ള നല്ല മണമുള്ള എന്തെങ്കിലും വസ്ത്രത്തിലല്ല എവിടെ പുരട്ടേണ്ടത്? നമ്മുടെ ശരീരത്തിൽ. മനസ്സിലായല്ലോ? സാധാരണഗതിയിൽ പുരുഷന്മാർ പുറത്തിറങ്ങുമ്പോൾ അങ്ങനെ ചെയ്യല് നല്ലതാണ്. സ്ത്രീകൾക്കത് ആവശ്യമില്ല, പാടില്ല. പക്ഷേ ഹജ്ജിന് വേണ്ടിയൊക്കെ ആകുമ്പോൾ, ഇഹ്റാമിന് വേണ്ടിയാകുമ്പോൾ സ്ത്രീകൾക്കും അവരുടെ ശരീരത്തിൽ ചെറിയ രീതിയിൽ പുരട്ടൽ എന്തുണ്ട്? നല്ലതാണ്, സുന്നത്താണ്. മനസ്സിലായല്ലോ? അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത ഒഴിവാക്കപ്പെടേണ്ട രോമങ്ങൾ ഒരു മെൻസസ് ഉള്ള സ്ത്രീയാണെങ്കിൽ പോലും, ശുദ്ധിയില്ലാത്ത സ്ത്രീകളാണെങ്കിൽ പോലും അത് ചെയ്യൽ സുന്നത്താണ് എന്ന് മഹാന്മാരായ ആളുകൾ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം എന്ത് വേണം? മെൻസസ് ഉള്ള പെണ്ണുങ്ങൾ ഇഹ്റാം ചെയ്യേണ്ടതാണ്. എയർപോർട്ടിൽ വെച്ചുകൊണ്ട് മീഖാത്തിൽ എത്തുന്നതിന് മുമ്പായിക്കൊണ്ട് ഇഹ്റാം ചെയ്യണം. അപ്പം അതുകൊണ്ട് അവർക്കും ഏത് സുന്നത്തുണ്ട്? ആ ഗുഹ്യ രോമങ്ങളും ആ കക്ഷത്തെ രോമങ്ങളൊക്കെ ഒഴിവാക്കി ക്ലീൻ ആവലെന്തുണ്ട്? സുന്നത്തുണ്ട്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെ കുളിച്ച് വൃത്തിയായി വളരെ നല്ല നിലയിൽ സുഗന്ധമെല്ലാം പൂശി നല്ല രീതിയിലാണ് ഇടത് കാല് വെച്ചുകൊണ്ട് എന്ത് ചെയ്യേണ്ടത്? വീട്ടിൽ നമ്മൾ ഇറങ്ങുന്നത്. നമുക്കറിയാം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ എന്താ ചൊല്ലേണ്ടത്? നേരത്തെ ചൊല്ലിയല്ലോ. അത് ചൊല്ലി ബസ്സിൽ കയറി ഇൻഷാ അല്ലാഹ് നമ്മൾ എങ്ങോട്ട് വരുന്നു? നിസ്കാരമെല്ലാം കഴിഞ്ഞ്, നിസ്കരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ നിസ്കാരമെല്ലാം കഴിഞ്ഞ് എയർപോർട്ടിലേക്ക് നമ്മൾ എത്തുകയാണ്. ഇൻഷാ അല്ലാഹ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫ്ലൈറ്റിൻ്റെ കാര്യം നമുക്കറിയാലോ. ചിലപ്പോൾ ഡിലേ ആകാം, ചിലപ്പോൾ നേരത്തെ ആകാം, ചിലപ്പോൾ കൃത്യസമയത്താകാം. അതൊന്നും ഇപ്പോൾ മുൻകൂട്ടി നമുക്കിത് പറയാൻ കഴിയില്ല ഈ പ്രത്യേക സാഹചര്യത്തിൽ. ഇൻഷാ അള്ളാഹുക്ക് എളുപ്പമാക്കി തരുമാറാകട്ടെ. അത് കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ ഉസ്താദന്മാർ കൂടെ ഉണ്ടാകും. നിസ്കരിക്കേണ്ട രൂപം അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ചിലപ്പോൾ ജമ്മാക്കി നിസ്കരിക്കേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ ഭക്തിത്തിൽ നിസ്കരിക്കേണ്ടി വരും. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ഉസ്താദുമാർ നിങ്ങൾക്ക് നൽകും. അങ്ങനെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് അവിടെ ചെയ്യേണ്ട കാര്യം എന്താ? ഇഹ്റാമിൻ്റെ ആ വേഷം ധരിച്ചുകൊണ്ട് പുരുഷന്മാരൊക്കെ ആ പള്ളിയിൽ ചെന്ന് ഇഹ്റാമിൻ്റെ നിസ്കരിക്കാൻ പറ്റുന്ന സമയമാണെങ്കിൽ 2 റക്അത്ത് എന്ത് വേണം? ഇഹ്റാമിന് സുന്നത്ത് നിസ്കരിക്കണം. എയർപോർട്ടിൽ ചെയ്യേണ്ട പണിയാണ് പറഞ്ഞത്. മനസ്സിലായല്ലോ? എന്ത് വേണം? ഇഹ്റാമിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കണം. 1-ാമത്തെ റക്അത്തിൽ സൂറത്ത് കാഫിറൂനയും 2-ാമത്തെ റക്അത്തിൽ സൂറത്ത് ഇഖ്ലാസും ഓതിക്കൊണ്ട് എന്ത് ചെയ്യണം? നിസ്കരിക്കണം. മനസ്സിലാകുന്നുണ്ടല്ലോ? തിരിഞ്ഞല്ലോ? അങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇഹ്റാമിലേക്ക് കടക്കുകയാണ്. തിരിഞ്ഞല്ലോ? ഇഹ്റാമിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്കറിയാം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ആയത്തുൽ കുർസിയും ലീലാഫയൊക്കെ ഓതി
ആ ഒരു ചിട്ടയോടുകൂടെ മര്യാദയോടുകൂടെ ദുആ ചെയ്തുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടിയുള്ള ഇഹ്റാമിന് വേണ്ടിയുള്ള ആ ലക്ഷ്യത്തോടു കൂടെ എയർപോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണം? അവിടെ നിസ്കരിച്ചുകൊണ്ട് നമ്മൾ ഇഹ്റാമിലേക്ക് കടക്കാം. ഏത് ഇഹ്റാമാണ്? ഹജ്ജിൻ്റെ ആണോ? എന്താ പറയാത്ത നിങ്ങൾ ഇവിടെ ഇല്ലേ? ഏതാണ്? ഉംറയുടെ ഇഹ്റാമാണ്. കാരണം എന്താ? ഇവിടെ വെച്ചുകൊണ്ട് ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസക്കാലത്തോളം നമ്മൾ ഇഹ്റാമിലായിരിക്കും. തിരിഞ്ഞല്ലോ, ഒരു മാസക്കാലത്തോളം. കാരണം ഇന്ന് മാസം എത്രയാണ്? ഇന്ന് ചൊവ്വാൽ എത്രയായിട്ടുണ്ട്? എത്രയാണ്? 26. വളരെ കൃത്യമാണ് അല്ലേ? ചൊവ്വാൽ എത്രയായിട്ടുണ്ട്? 26. ഈ 26 എന്നുള്ളത്, ചൊവ്വാൽ 26 എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ ഇനി എന്താണ്? ദുൽഖഅദ 26, പിന്നെന്താണ് 15 ദിവസം വേറെ, ഇങ്ങനെയായിട്ട് ഏകദേശം നമ്മൾ പോകുന്ന സമയമാകുമ്പോൾ ഏകദേശം ഒരു മാസമുണ്ടാകും ഇതിന് ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക്. അപ്പോൾ ഒരു മാസത്തിനധികം നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മൾ ഹോട്ടലിൽ താമസിക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്താണ് വീട്ടിൽ താമസിക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രയാസമായിരിക്കും. അപ്പോൾ എന്ത് വേണം? നമ്മളിപ്പോൾ ചെയ്യുന്നത് ഏതിനു വേണ്ടിയാണ്? ഉംറയ്ക്ക് വേണ്ടിയാണ്. തിരിഞ്ഞല്ലോ, ഉംറയ്ക്ക് വേണ്ടിയാണെങ്കിലും ഹജ്ജിന് വേണ്ടിയാണെങ്കിലും ഒരു മീഖാത്ത് നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ആ മീഖാത്തിൽ വെച്ചുകൊണ്ടോ അല്ലെ തൊട്ടടുത്തുള്ള മീഖാത്തിൽ വെച്ചുകൊണ്ടോ അല്ലെ വേറെ ഏതെങ്കിലും സ്ഥലത്ത് വെച്ചുകൊണ്ടോ ഇഹ്റാം ചെയ്യുക എന്നുള്ളത് നിർബന്ധമാണ്. ഞാൻ പറഞ്ഞല്ലോ, മെൻസസ്സുള്ള സ്ത്രീ ആണെങ്കിൽ പോലും എന്ത് വേണം? അവിടെ ഇഹ്റാം ചെയ്യണം. കാരണം എന്താണ്? ജിദ്ദ എയർപോർട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ ജിദ്ദയിലേക്ക് എത്തുന്നതിന് മുമ്പാണ് ഏത് മീഖാത്ത് വരുന്നത്? ഖർനുൽ മനാസിൽ എന്ന് പറഞ്ഞ് മീഖാത്ത് വരുന്നത്. ഫ്ലൈറ്റിൽ നിന്ന് സൂചന നൽകുമെങ്കിലും ആ ഫ്ലൈറ്റിൽ വെച്ചുകൊണ്ട് വസ്ത്രം മാറാനും അതേപോലെ തന്നെ നിയ്യത്ത് വെക്കാനും ഒക്കെ പ്രയാസമാകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ ഇഹ്റാം ചെയ്യാം. തിരിഞ്ഞല്ലോ, നേരെ മറിച്ചുകൊണ്ട് വൈകിട്ട് വരുന്ന ആളുകളാണ്. അതായത് ദുൽഹിജ്ജ മാസം 5 വരുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ 5 വരുന്ന ആളുകൾക്ക് ഏറ്റവും സൗകര്യം ഏത് തന്നെയാണ്? കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചുകൊണ്ടാണ് വരുന്നെങ്കിൽ അവിടെ വെച്ചോ, അല്ലെങ്കിൽ കൊച്ചി എയർപോർട്ടിൽ വെച്ചുകൊണ്ടാണ് അവിടെ നിന്നാണ് വരുന്നെങ്കിൽ അവിടെ വെച്ചുകൊണ്ടോ ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് വരുന്നതിന് പ്രയാസമല്ല. കാരണം ഒരു 5 ദിവസം അവർക്ക് ഇഹ്റാമിൽ നിന്നാൽ മതി. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണ്? പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി ഈ പരിശുദ്ധമായ ഇഹ്റാം ചെയ്യാൻ പോവുകയാണ്. എവിടെ വെച്ചുകൊണ്ട്? കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചുകൊണ്ട്. നിയ്യത്ത് നിങ്ങൾക്ക് അറിയാലോ, ഒന്ന് ഞാൻ പറയാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അത് പറയട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നവൈത്തുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല. ഇതാണ് ഇപ്പോൾ ഉംറയുടെ നിയ്യത്ത്. എന്നുവെച്ചല്ലോ, നവൈത്തുൽ ഉംറത വഅഹറംതു ബിഹാ ലില്ലാഹി തആല. പടച്ചവനെ, ഉംറയ്ക്ക് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്യുകയും അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ചെയ്യും. ഉംറയ്ക്ക് വേണ്ടി ഞാൻ കരുതുകയും അതിലേക്ക് ഞാൻ പ്രവേശിക്കുകയും ഇഹ്റാം ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇപ്പോൾ മനസ്സിൽ വേണ്ടത്. അല്ലെങ്കിൽ എന്താണ്? ഞാൻ ഉംറ ചെയ്യാൻ കരുതി, ഞാൻ ഇഹ്റാമിലേക്ക് പ്രവേശിക്കും എന്ന് കരുതിയാൽ പോലും ഏത് കിട്ടും? ഈ ഉംറൻ്റെ ഇത് കിട്ടും. മനസ്സിലായല്ലോ? ഈ നിയ്യത്ത് നമ്മൾ ചെയ്യുന്നതോട് കൂടെ ചില കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എന്താ ചില കാര്യങ്ങൾ? നമുക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് മുടികൾ കൊഴിയുന്ന നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ നഖം വെട്ടാൻ പാടില്ല. അതേപോലെ തന്നെ പെർഫ്യൂംസ് ഉപയോഗിക്കാൻ പാടില്ല. മണമുള്ള സോപ്പുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഭാര്യ ബന്ധങ്ങളൊന്നും പാടില്ല തുടങ്ങി. പുരുഷന്മാരാകുമ്പോൾ തുന്നപ്പെട്ട വസ്ത്രം ധരിക്കാൻ പാടില്ല. സ്ത്രീകളാകുമ്പോൾ മുഖം മറക്കാൻ പാടില്ല, മുൻകൈ മറക്കാൻ പാടില്ല. ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകമായി കൊണ്ട് ശ്രദ്ധിക്കണം. അഥവാ അത് ചെയ്താൽ നമ്മൾ എന്ത് വേണ്ടി വരും? ഫിദിയ കൊടുക്കേണ്ടി വരും, ആടറക്കേണ്ടി വരും എന്നർത്ഥം. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ഇഹ്റാമിലാണിപ്പോൾ. ഇവിടെ ഇഹ്റാം ചെയ്യുമ്പോൾ ഹജ്ജിനാണെങ്കിലും അതേപോലെ തന്നെ ഉംറക്കാണെങ്കിലും ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നവൈത്തുൽ ഉംറത വ അഹറംതു ബിഹ എന്നുള്ളിടത്ത് നവൈത്തുൽ ഹജ്ജ വ അഹറംതു ബിഹി എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. ഏത് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ? ഹജ്ജ് എന്നുള്ള ഉംറ എന്നുള്ളിടത്ത് ഏത് വരുന്നു? ഹജ്ജ് എന്ന് വരുന്നു അല്ലേ? ബിഹ എന്നുള്ളിടത്ത് ബിഹി എന്ന് വരുന്നു. ഇത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഏതുപോലെ ഇപ്പം നമ്മൾ ളുഹൂർ നിസ്കരിക്കാൻ ഉസല്ലി ഫർള സ്വലാത്ത ളുഹൂർ, അവിടെ ളുഹൂർ അസ്റാകുമ്പോൾ എന്താ വേണ്ടത്? ഉസല്ലി ഫർള സ്വലാത്തൽ അസ്ർ, അത്രേ ഉള്ളൂ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആ പേരുകളെ കൊണ്ട് തന്നെ ഒരു മാറ്റം വരുന്നു എന്നല്ലാതെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്, സെയിമാണ്.
തിരിഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി നമ്മൾ ഇഹ്റാം ചെയ്യുമ്പോൾ ആ ചെയ്യുന്നതോട് കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാത്രം, ഈ പറയപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അതോടുകൂടെ നമ്മൾ എന്തിലേക്ക് കടക്കുന്നു? നേരത്തെ നമ്മൾ ചൊല്ലിയിട്ടുള്ള തൽബിയത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ചൊല്ലട്ടെ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. ഈ തൽബിയത്തിലേക്ക് നമ്മൾ കടക്കാം. ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ആ നിയ്യത്ത് ചെയ്യുന്നതോട് കൂടെയാണ് നമ്മൾ തൽബിയത്തിലേക്ക് കടക്കുന്നത്. അതല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നിയ്യത്ത് ചെയ്യാതെ, ഇഹ്റാം ചെയ്യാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തൽബിയത്ത് അങ്ങനെ ചൊല്ലല് സുന്നത്തൊന്നുമില്ല. അറിഞ്ഞല്ലോ, വീട്ടിൽ നിന്ന് നമ്മൾ ഇറങ്ങുകയാണ്. ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് വീട്ടിൽ നിന്ന് നമ്മൾ ഇഹ്റാമിൻ്റെ നിയ്യത്തൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്യാതിരിക്കുമ്പോൾ പിന്നെ എന്തിൻ്റെ ആവശ്യമില്ല? തൽബിയത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇല്ല. അങ്ങനെ എയർപോർട്ടിൽ വെച്ചുകൊണ്ട് തൽബിയത്ത് ചൊല്ലുന്നു. കുറേ പ്രാവശ്യം നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലണം. നമ്മൾ സാധാരണ ചൊല്ലുന്ന സ്വലാത്ത്, അല്ലെങ്കിൽ നിസ്കാരത്തിൽ ചൊല്ലുന്ന സ്വലാത്ത്, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ കമാ സ്വല്ലൈത എന്നുള്ള സ്വലാത്തുണ്ടല്ലോ ചൊല്ലാം. അത് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക പറയട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വന്നാർ. ഇതെല്ലാവർക്കും കാണാതെ അറിയുന്നതാണ്. പടച്ചവനെ, നിന്റെ സ്വർഗം ഞാൻ ചോദിക്കുന്നു, സ്വർഗം എനിക്ക് വേണം, നിന്റെ പൊരുത്തം എനിക്ക് വേണം. അല്ലാഹുവേ, നരകത്തിനെ തൊട്ട് എന്നെ കാക്കണേ തമ്പുരാനെ, നിന്റെ കോപത്തിനെ തൊട്ട് എന്നെ കാക്കണേ തമ്പുരാനെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന. ഹാജിമാരാണ്, ഉംറക്ക് പോകുന്നവരാണ്, നമ്മുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല കേൾക്കും. അല്ലാഹു കേൾക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ തൽബിയത്തൊക്കെ ചൊല്ലി നമ്മൾ ഫ്ലൈറ്റിൽ അങ്ങനെ ഇരിക്കുക. ഇൻഷാ അല്ലാഹ് ജിദ്ദ എയർപോർട്ടിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5.5 മണിക്കൂർ അല്ലെങ്കിൽ 6.5 മണിക്കൂർ, ഈ മണിക്കൂർ ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് എയർപോർട്ടിൽ ഇറങ്ങി നേരെ നമ്മൾ പോകുന്ന അങ്ങോട്ടാണ് പരിശുദ്ധമായ മക്കയിലെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഹോട്ടലിലേക്ക് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് 1 മണിക്കൂറോ 1/2 മണിക്കൂറോ കഴിഞ്ഞതിന് ശേഷം ഉംറയ്ക്ക് വേണ്ടി നമ്മൾ പോകാം. നേരത്തെ നമ്മൾ പഠിച്ചതുപോലെ മനസ്സിലാക്കിയതുപോലെ ഉംറയ്ക്ക് 4 ഫർദുകളാണുള്ളത്, പ്രധാനമായിട്ടുള്ളത്. ഒന്ന് ഏതാണ്? ഇഹ്റാമാണ്. അത് എവിടെ വെച്ചുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ട്? എവിടെ വെച്ചാൽ കഴിഞ്ഞത്? എയർപോർട്ടിൽ വെച്ചുകൊണ്ട്. രണ്ടാമതായിക്കൊണ്ട് തവാഫ് എന്നുള്ള സംഗതിയാണ്. അത് 2ാമത്തെ ഫർദാണ്. 3ാമത്തെ ഫർദ് ഏതാണ്? സഴി ചെയ്യലാണ്. 4ാമത്തെ ഫർദ് ഏതാണ്? മുടി വെട്ടുകയോ കളയുകയോ ചെയ്യുന്നതാണ്. ഈ 4 ഫർദ് പൂർത്തീകരിക്കുന്നതോട് കൂടെ പരിശുദ്ധമായ ഉംറയിൽ നിന്നുകൊണ്ട് നമ്മൾ ഒഴിവാവുകയാണ്, അഥവാ ഇഹ്റാമിൽ നിന്നുകൊണ്ട് ഒഴിവാവുകയാണ്. ഈ ഇരിക്കും പോലെ, ഈ നോക്കും പോലെ നമുക്ക് ഇരിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. മനസ്സിലാകുന്നുണ്ടല്ലോ? ഇതാണ്. അപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാഹ് റൂമിലെത്തിക്കഴിഞ്ഞാൽ അതെൻ്റെ ഹോട്ടൽ റൂമും കാര്യങ്ങളൊക്കെ തർത്തീബാക്കി 1/2 മണിക്കൂർ കൊണ്ട് ഇൻഷാ അല്ലാഹ് തർത്തീബ് ചെയ്തുകൊണ്ട് എല്ലാ ആളുകൾക്കും അവർക്ക് പറ്റുന്ന യോജിച്ച രീതിയിലുള്ള റൂമുകളൊക്കെ ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് നമ്മൾ വരിക. അവിടെ വന്നാൽ സാധാരണഗതിയിൽ നമുക്കറിയാലോ, മക്കയിലെത്തുമ്പോഴേക്കും നമ്മുടെ ഉംറ ഫസാദാക്കാൻ വേണ്ടിയുള്ള ഒരുപാട് ശൈത്താന്മാർ, ഇബ്ലീസുകൾ ആ പരിസരത്തൊക്കെ ഉണ്ടാകും. മക്കയാണെന്ന് വിചാരിച്ച് പിശാചില്ലാതിരിക്കൂല, മദീനയാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇല്ലാതിരിക്കൂല, എല്ലാം ഉണ്ടാകും. പക്ഷേ ശരിയായിട്ടുള്ള ആ മനസ്സ് മുഴുവനും അള്ളാഹുവിലേക്ക് അർപ്പിച്ചുകൊണ്ടായിരിക്കണം പരിശുദ്ധമായ മക്കയിൽ നമ്മൾ ജീവിക്കേണ്ടത്, മദീനയിൽ നമ്മൾ ജീവിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ റൂമും കാര്യങ്ങളെ വിഷയം, അതേപോലത്തെ മറ്റ് വിഷയങ്ങളൊക്കെ വരുമ്പോൾ ക്ഷമയോടുകൂടെ ആ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണമെന്ന് സാന്ദർഭികമായി കൂടി നിങ്ങൾ അറിയിക്കാൻ. അവിടെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പാടില്ല? ഒരു കശപിശ വരാൻ പാടില്ല. നമുക്കറിയാലോ, ഇൻ്റർനാഷണൽ 5 സ്റ്റാർ ഹോട്ടലാണ്. നമ്മളെ ബുക്കിങ്ങിൻ്റെ സമയവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ നമുക്കെന്താണ് അതിൻ്റെ ഡിവൈഡ് ചെയ്തുകൊണ്ട് കീയും കാര്യങ്ങളൊക്കെ നൽകും. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു 5 മിനിറ്റ് ഇരിക്കണം എന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഇരിക്കേണ്ടി തന്നെ വരും. അതിനെ കുറിച്ചുകൊണ്ട് മറ്റൊന്നും ചെയ്യാൻ പാടില്ല, ഒരു ആശങ്കപ്പെടേണ്ടതില്ല, ഒരു വർത്തമാനത്തിന് ഒരു പ്രശ്നമുണ്ടാകാൻ ഒന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ഹാജിയാണ്, ഉംറയ്ക്ക് ഇഹ്റാം ചെയ്തവരാണ്, ഹജ്ജിന് ഇഹ്റാം ചെയ്തവരാണ് എന്നുള്ള ബോധം 100% നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളങ്ങനെ ചെയ്ത് അള്ളാഹുവിൻ്റെ വീട് കാണുമ്പോൾ ചൊല്ലേണ്ടതായിട്ടുള്ള ദിക്റുകൾക്ക് നമ്മൾ ചൊല്ലി പരിശുദ്ധമായ തവാഫിലേക്ക് നമ്മൾ കടക്കാൻ പോകാൻ. അതാണല്ലോ ഉംറയുടെ 2ാമത്തെ ഫർള്, അല്ലേ? ഉംറയുടെ ഫർള് ഏതാണ്? തവാഫ്.
രണ്ടാമത്തെ ഫറൽ. ഒന്നാമത്തെ ഇഹ്റാമിന് നമ്മൾ എവിടെ വെച്ച് ചെയ്തിട്ടുണ്ട്? കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഏത് എയർപോർട്ടാണ് അവിടെ നമ്മൾ ചെയ്ത്. രണ്ടാമത്തെ ഫറലാകുന്ന തവാഫ് വളരെ ശ്രദ്ധിക്കേണ്ട ഇബാദത്താണ് ഈ തവാഫ് എന്നുള്ളത്. തവാഫ് നമ്മൾ ചെയ്യുമ്പോൾ നിർബന്ധമായിക്കൊണ്ട് ശ്രദ്ധിക്കേണ്ട 6-7 കാര്യങ്ങളുണ്ട്. ഒന്നാമതായിക്കൊണ്ട് ഒന്നുണ്ടായിരിക്കണം, ഔറത്ത് മറച്ചിരിക്കണം, നജസുണ്ടാകാൻ പാടില്ല, 7 പ്രാവശ്യമായിരിക്കണം, ഹജറുൽ അസ്വദിൻ്റെ മൂലയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അവിടെ തന്നെ അവസാനിപ്പിക്കണം. അതേപോലെ തന്നെ കഅബ ടച്ച് ചെയ്യാൻ പാടില്ല, എല്ലാ സമയത്തും കഅബ നമ്മുടെ ഇടഭാഗത്തായിരിക്കണം. തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കൽ നിർബന്ധമാണ്. ഞാൻ ചുരുക്കി മാത്രമേ പറയുന്നുള്ളൂ, ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല. അത് ചെയ്താൽ മാത്രമേ, അങ്ങനെ പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മുടെ തവാഫായിട്ട് മാറുകയുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ തവാഫാകുന്ന രണ്ടാമത്തെ ഫറല് അത് വീടുകയുള്ളൂ. അത് ഹജ്ജാണെങ്കിലും ഉംറയാണെങ്കിലും ഏത് തവാഫാണെങ്കിലും വളരെ കൃത്യമായി കൊണ്ട് ശ്രദ്ധിക്കണം. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ സുജൂദ് ചെയ്യുമ്പോൾ ഏത് നിർബന്ധമാണ്? ഒതു നിർബന്ധമല്ലേ അല്ലേ? സുജൂദ് ചെയ്യുമ്പോൾ എന്തുമാണ്? ഒതു നിർബന്ധമാണ്. ഈ നിർബന്ധം പോലെയാണ് തവാഫ് നമ്മൾ ചെയ്യുമ്പോൾ നിർബന്ധമായിക്കൊണ്ട് ഒതുണ്ടായിരിക്കണം. അതേപോലെ തന്നെ ഔറത്ത് മറച്ചിരിക്കണം. സ്ത്രീകളാകുമ്പോൾ പ്രത്യേകിച്ച് അവരെ കൈത്തണ്ട ശരിക്കും മറഞ്ഞിരിക്കണം. അതേപോലെ തന്നെ മുടിയൊന്നും കാണാൻ പാടില്ല. പുരുഷന്മാരാകുമ്പോൾ എന്തായിരിക്കണം? പൊക്കിളൊക്കെ മറച്ചിരിക്കണം. ഇങ്ങനെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ഇബാദത്താണ് ഏത്? ഉംറയുടെ രണ്ടാമത്തെ ഫറലാകുന്ന തവാഫ് എന്നുള്ളത്. ഇതൊക്കെ ഹജ്ജിന് ബാധകമാണ് കേട്ടോ. ഈ തവാഫ് എല്ലാം ഇൻഷാ അല്ലാഹ് പൂർത്തീകരിച്ച് അത് അവിടെ ചെന്നുകൊണ്ട് അതുലസുദിൻ്റെ മൂല ഇതാണ്. അവിടെ നമ്മൾ തുടങ്ങി 7 പ്രാവശ്യം പൂർത്തീകരിച്ചുകൊണ്ട് 2 റക്അത്ത് നമ്മൾ നമസ്കരിക്കും. ആ നിസ്കാരത്തിൻ്റെ പേരെന്താണ്? തവാഫിൻ്റെ 2 റക്അത്ത് നിസ്കാരം. ഈ നിസ്കാരമെല്ലാം കഴിഞ്ഞു പരിശുദ്ധമായ കഅബയിലേക്ക് നോക്കി അള്ളാഹുവിൻ്റെ ഗേഹത്തിലേക്ക് തിരിഞ്ഞു നിന്നുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെയും പറയുകയാണ്. നമുക്ക് പറയേണ്ട കാര്യങ്ങളൊക്കെയും പരിശുദ്ധമായ ആ റബ്ബിൻ്റെ ആ ഗേഹത്തിൽ വെച്ചുകൊണ്ട്, അതിൻ്റെ പരിസരത്ത് വെച്ചുകൊണ്ട്, ഹറമിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു ഒരിക്കലും കൈവടിയില്ല എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കണം. അള്ളാഹു നമ്മെ സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അള്ളാഹ്. ആ തവാഫിൻ്റെ പൂർണ്ണമായിട്ടുള്ള രീതി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം സംസമെല്ലാം കുടിച്ചുകൊണ്ട് സഫാ മലയിലേക്ക് നമ്മൾ കയറുകയാണ്. ഇന്ന സഫാ വൽ മറുവത മിൻ ശആഇരില്ലാ എന്നുള്ള നിശ്ചയം സഫയും മറുവയും അള്ളാഹുവിൻ്റെ ചിഹ്നങ്ങളാണെന്ന് പറഞ്ഞ ആ സഫാ മലയിലേക്ക് നമ്മൾ കയറി 7 പ്രാവശ്യം നമ്മൾ സഅയ് ചെയ്യുന്നു. ഞാൻ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കടക്കുന്നില്ല, കാരണം ഹജ്ജിനെ കുറിച്ചുകൊണ്ട് പറയാനുണ്ടല്ലോ. ഇൻഷാ ദുൽഖഅദ 25 വരെ പരിശുദ്ധമായ ഹറമിൻ്റെ മുറ്റത്ത് തന്നെ ആ മാരിയറ്റ് എന്ന് പറയുന്ന ഹോട്ടലിൽ നമ്മൾ താമസിച്ച് എല്ലാ സമയത്തും ജമാഅത്തിന് വരാൻ കഴിയുന്ന രീതിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അവിടെ താമസിച്ച് അവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട് ത്വായിഫിലേക്ക് പോയി, ഹുദൈബിലേക്ക് പോയി, ജഹറാനത്തിലേക്ക് പോയി, തൻഈമിലേക്ക് പോയി അവിടെ കാണേണ്ട സ്ഥലങ്ങളൊക്കെ കണ്ട് വിദായിൻ്റെ തവാഫും ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മദീനയിലേക്ക് നമ്മൾ പോവുകയാണ്. ഹബീബിൻ്റെ നാട്ടിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന പരിശുദ്ധമായ മണ്ണിലേക്ക് നമ്മൾ പോവുകയാണ്. ലക്ഷ്യം 2ആണ്. മദീനയിലേക്കുള്ള യാത്രയിൽ നമുക്ക് 2 ലക്ഷ്യമാണുള്ളത്. ഒന്നാമതായി കൊണ്ട് ലക്ഷ്യം പരിശുദ്ധമായ റൗദയിൽ ചെന്നുകൊണ്ട്, മദീനത്ത് ചെന്നുകൊണ്ട് പടച്ചവൻ്റെ ദൂതനാകുന്ന ഹബീബായ തങ്ങളോടൊന്ന് സലാം പറയണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. നിസ്കാരത്തിൽ നമ്മൾ സലാം പറയുന്നുണ്ട് അല്ലേ? നിസ്കാരത്തിൽ നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്നുണ്ട്. ഇതിനേക്കാളും മനസ്സങ്ങോട്ട് നൽകി പരിശുദ്ധമായ മദീനയിലെ ആ റൗള ഷരീഫിലുള്ള ഹബീബായ തങ്ങളെ ചാരത്ത് വന്നുകൊണ്ട്, ചാരത്ത് കണ്ണീരോട് കൂടെ വിറക്കുന്ന മനസ്സോട് കൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് വിങ്ങുന്ന മനസ്സോട് കൂടെ നമ്മൾ സലാം പറയുമ്പോൾ ഹബീബായ തങ്ങൾ നമ്മുടെ സലാം അടയ്ക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ ലക്ഷ്യം. ഹബീബായ തങ്ങളെ ആ പള്ളി നിസ്കരിക്കുകയും ഹബീബായ തങ്ങളോട് സലാം പറയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മൾ പരിശുദ്ധമായ മദീനയിലേക്ക് എത്തിയിട്ടുള്ളത്. രണ്ടാമതായി കൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇഹ്റാം ചെയ്തിട്ടുള്ള ആ ദുൽഹുലൈഫ മീഖാത്തിൽ വെച്ചുകൊണ്ട് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഇഹ്റാം ചെയ്യണമെന്നുള്ള ലക്ഷ്യത്തോടും കൂടെയാണ് നമ്മൾ എവിടെ എത്തിയിട്ടുള്ളത്? മദീനയിലെത്തിയിട്ടുള്ളത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഈ മദീനയിലെ 10 ദിവസം അല്ലെങ്കിൽ 9 ദിവസം അല്ലെങ്കിൽ 8 ദിവസം സാധാരണഗതിയിൽ ഞങ്ങളൊക്കെ ഒരു 9 ദിവസത്തോളം അവിടെ താമസിക്കാറുണ്ട്
അല്ലേ? ആ ആ ദുൽഹിജ്ജ മാസം 5-നാണ് നമ്മൾ പോരുക. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ദുൽഖഅദ് മാസം 25-ന് നമ്മൾ പുറപ്പെട്ടാൽ അന്ന് രാത്രിയോട് കൂടെ നമ്മൾ എവിടെത്തും? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചാരത്ത് നമ്മൾ എത്തും, അല്ലേ? അത് കഴിഞ്ഞ് 40 വക്ത് നിസ്കാരം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് മദീനയിൽ താമസിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. വല്ലാത്ത മനസ്സിന് കുളിർമ നൽകുന്ന നിസ്കാരമാണ് മദീനത്തെ പള്ളിയിലെ നിസ്കാരം. കാരണം ഇപ്പുറത്ത് കിടക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂലാണ്. തൊട്ടടുത്ത് കിടക്കുന്ന ആരാണ്? ഒന്നാമത്തെ ഖലീഫയായിരിക്കുന്ന അബൂബക്കർ സിദ്ദീഖ് തങ്ങളാണ്. അപ്പുറത്ത് കിടക്കുന്ന ആരാണ്? ഉമർ ഖത്താബ് തങ്ങളാണ്. ഒരു വെളിപ്പാടകലെ കിടക്കുന്ന 10,000-ഓളം വരുന്ന സഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ജന്നത്തുൽ ബഖിയാണ് അപ്പുറത്തുള്ളത്. പിന്നെ എങ്ങനെയാണ് മനസ്സിന് കുളിർമ വരാതിരിക്കുന്നത്? എല്ലാ നിസ്കാരങ്ങളും പരിശുദ്ധമായ റസൂലുള്ളാഹിന്റെ പള്ളിയിൽ വെച്ചുകൊണ്ടാവട്ടെ. എല്ലാവരും അങ്ങനെയാവട്ടെ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പള്ളിയിൽ ആ നിസ്കാരങ്ങളൊക്കെ നിർവഹിച്ചുകൊണ്ട് മനസ്സിന് വല്ലാത്തൊരു സമാധാനം നമ്മൾ ഉണ്ടാക്കണം. നേരത്തെ പറഞ്ഞ പോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുക, ഹബീബായ തങ്ങളോട് സലാം പറയുക എന്നുള്ളത് മദീനയിലേക്ക് വരുന്നതിൻ്റെ ഏറ്റവും ഒന്നാമത്തെ ലക്ഷ്യമത. മാത്രമല്ല മദീനയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ? ഹബീബായ തങ്ങളുടെ നാട്ടിൽ ജീവിക്കുമ്പോൾ മര്യാദയോട് കൂടെ ജീവിക്കണം. ഒരു നിലയിലുള്ള ദുഷിച്ച ചിന്തകൾ നമ്മുടെ മനസ്സിലുണ്ടാകാൻ പാടില്ല. നമ്മുടെ കണ്ണുകളെ കൊണ്ടാവട്ടെ, ശരീരത്തിൽ അവയവങ്ങളെ കൊണ്ടാവട്ടെ, ഒരു നിലയിലും ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒന്നും, ഒരു പൊടി പോലും, ഒരു പണത്തൂക്കം പോലും പരിശുദ്ധമായ മദീനയിൽ ഉണ്ടായിക്കൂടാ. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ. റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പൊരുത്തമുള്ള സംഗതികൾ മാത്രമേ മനസ്സുകൊണ്ട് നമ്മൾ ചിന്തിക്കാൻ പാടുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. പ്രിയമുള്ളവരെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിശാച് നമ്മുടെ ഉംറ ഫസാദാക്കാൻ വേണ്ടി മസ്ജിദുൽ ഹറാമിൽ വെച്ചുകൊണ്ട് നിസ്കരിച്ച നിസ്കാരങ്ങൾ ഫസാദാക്കാൻ വേണ്ടി അവിടെയും നമ്മുടെ കൂടെ ഉണ്ടാകും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് കൃത്യമായിക്കൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ മദീനയിലാണ് താമസിക്കുന്നത്. ഞാൻ മദീനത്തെ പള്ളി നിസ്കരിച്ചിട്ടുണ്ട്. ഹബീബ തങ്ങളോട് ധാരാളം സലാം പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും എൻ്റെ ഇബാദത്ത് പൊളിഞ്ഞു പോകാൻ പാടില്ല. എൻ്റെ ഇബാദത്തിനൊക്കെ ഒരുപാട് മൂല്യം ലഭിക്കണം, ഒരുപാട് പ്രതിഫലം ലഭിക്കണം എന്നുള്ള ചിന്ത മാത്രമേ മദീനത്ത് നമ്മൾ ജീവിക്കുമുണ്ടാകാൻ പാടുള്ളൂ. അതുകൊണ്ട് ഒരു മോശപ്പെട്ട സംഗതികളും അവിടെ വെച്ചുകൊണ്ട് ആലോചിക്കാൻ പാടില്ല, അവിടെ വെച്ചുകൊണ്ട് ചിന്തിക്കാൻ പാടില്ല. ഫോൺ ചെയ്യുകയാണെങ്കിൽ പോലും 100% അത് റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലാകാൻ പാടില്ല. 100% റസൂലുള്ളാഹി തങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലാകണം. കാരണം അവിടെ ഒരിക്കലും പ്രവാചകന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ശബ്ദ കോലാഹലങ്ങൾ നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല, ശബ്ദിക്കാൻ പാടില്ല. ഹലാല കാര്യങ്ങൾ തന്നെയാണ്. ഒരു ഭർത്താവ് ഭാര്യ നാട്ടിലാണ്, അവരോട് സംസാരിക്കുകയാണ്. ഇതിനൊന്നും ഒരിക്കലും ഇസ്ലാം ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തില്ല എന്ന് മാത്രമല്ല, ഭാര്യയോട് സംസാരിക്കലും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കലൊക്കെ സുന്നത്താണെന്ന് പഠിപ്പിച്ച ഇസ്ലാം. പക്ഷേ റസൂലുള്ളാഹിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ, ഹബീബായ തങ്ങളോട് സമീപത്ത് സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായി കൊണ്ട് ശ്രദ്ധിച്ചുകൊണ്ടായിരിക്കണം. കാരണം ഇവിടെ കിടക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലാണ്, റസൂലുള്ളാഹി തങ്ങളെ ചാരത്താണ് നമ്മളുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് വിഷയത്തിലാണെങ്കിൽ പോലും ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു സംഗതിയും ഈ ഒരു 10 ദിവസം നമ്മുടെ ഭാഗത്തുണ്ടാകാൻ പാടില്ല. ഉണ്ടാവുമോ? ഉണ്ടാവില്ലല്ലോ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തിരിഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളെ നിയന്ത്രിക്കാനും നമ്മുടെ കാര്യങ്ങൾ നഷ്ടപ്പെടുത്താനും ഒക്കെ നമ്മോട് ചുറ്റുഭാഗത്തും പല രീതിയിലുള്ള പിശാചിൻ്റെ പ്രവർത്തനങ്ങളുണ്ടാകും. അത് ശ്രദ്ധിക്കണമെന്ന് മാത്രം. ഇൻഷാ അള്ളാഹ് ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് നമ്മൾ കിടക്കാം. ഞാൻ ഉംറയെ കുറിച്ച് കൊണ്ടിപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് അറിയാലോ, വളരെ ചെറിയ രീതിയിൽ മാത്രമേ പറഞ്ഞുള്ളൂ. കാരണം നിങ്ങളുടെ ഭൂരിഭാഗം ആളുകളും ഉംറ ചെയ്തവരാണ്, ഉസ്താദന്മാരെ കൂടെ ചെയ്തവരാണ്, അതേപോലെ തന്നെ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയവരാണ്. ഇനി ഇൻഷാ അള്ളാഹ് നമുക്ക് ഹജ്ജിൻ്റെ വിഷയത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യം മാത്രം ചെയ്യൽ നിർബന്ധമായിട്ടുള്ള കർമ്മങ്ങളാണ് ഹജ്ജും ആൻഡ് ഉംറയും. വഅത്തിമുൽ ഹജ്ജ വൽ ഉംറത ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടി നിങ്ങൾ എന്ത് വേണം? ഹജ്ജ് പൂർത്തീകരിക്കണം, ഉംറ പൂർത്തീകരിക്കണം. ഹജ്ജ് ചെയ്ത ആളുകൾ കൂട്ടത്തിലുണ്ട്, ഉംറ ചെയ്തവർ ധാരാളമുണ്ട്. ഈ ഹജ്ജിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. ദുൽഹിജ്ജ മാസം എത്രയായിട്ടുണ്ട്? 4 or 5 ആയിട്ടുണ്ട്. 5 നമ്മൾ കണക്കൂട്ടാം, അല്ലേ? ഇപ്പോൾ ഗവൺമെൻറ് നമുക്ക് നൽകിയിട്ടുള്ളത് 5ൻ്റെ അന്ന് മദീന പോകണം എന്നുള്ളതാണ്,
അല്ലേ സൗദി ഗവൺമെൻറ്? ദുൽഹിജ്ജ 5 അതെ, മദീനയിൽ നിന്ന് മക്കത്തേക്ക് ദുൽഹിജ്ജ 5 പോരണം അല്ലേ? അങ്ങനെയാണ് നമുക്ക് ഷെഡ്യൂളുള്ളത്. ഈ 10 ദിവസം താമസിച്ച് ഇനി നമ്മൾ ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് ഇവിടെ നമ്മൾ കിടക്കാം. മനസ്സിലായല്ലോ? പരിശുദ്ധമായ ഹജ്ജ് കർമ്മങ്ങൾക്ക് 5 മീഖാത്തുണ്ട് ഇഹ്റാം ചെയ്യാൻ. ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യുമ്പോൾ അത് ചെയ്യേണ്ടതായിട്ടുള്ള മീഖാത്ത് 5 മീഖാത്തുണ്ട്. ഏതാണ്? ഒന്ന് ദുൽ ഹുലൈഫ എന്ന് പറയുന്ന അബയാർ അലി എന്ന് പറയുന്ന മദീനത്തെ മീഖാത്താണ്. ഈ മീഖാത്തുകളെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട മീഖാത്താണ് ഈ മീഖാത്ത്. എന്താ കാര്യം? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജിന് വരുമ്പോൾ ഉംറയ്ക്ക് വേണ്ടി ഇഹ്റാം ചെയ്ത മീഖാത്താണ്. ഏത് മീഖാത്ത്? മദീനയിലെ മീഖാത്ത്. അപ്പോൾ ആ മീഖാത്തിനക്ക് പ്രത്യേകത ഉണ്ട്. കാരണം റസൂലുള്ളാഹി ഇഹ്റാം ചെയ്ത മീഖാത്താവുമ്പോൾ നമ്മൾ ഇതാ ചെറിയ മീഖാത്ത് പോലെ ആവില്ലല്ലോ, ആണോ? അല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇഹ്റാം ചെയ്ത മീഖാത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് നേരത്തെ നമ്മൾ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്യാൻ വേണ്ടി വീട്ടിൽ നിങ്ങൾ ഒരുങ്ങിയതുപോലെ നല്ല ഒരുക്കം എവിടുന്ന് നിങ്ങൾ ചെയ്യണം? എവിടുന്ന് ചെയ്യണം? മദീനത്ത് നിന്ന് ചെയ്യണം. അതിൻ്റെ അർത്ഥം നഖം മുറിക്കണം, മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം, കുളിക്കണം, ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം അല്ലേ? അപ്പോൾ ഇഹ്റാമിന് വേണ്ടിയുള്ള കുളിയും കാര്യങ്ങളൊക്കെ കുളിച്ച് നന്നായിട്ട് ഫ്രഷായിട്ട് നമ്മൾ പരിശുദ്ധമായ മീഖാത്തിലേക്ക് നമ്മൾ പോകാം. മീഖാത്തിന് പേരെന്താ പറഞ്ഞത്? ദുൽ ഹുലൈഫ. വേറെ മീഖാത്തിന് നേരത്തെ ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്തിനെ കുറിച്ചുകൊണ്ട് പറഞ്ഞു. അതായത് ജിദ്ദ എയർപോർട്ടിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് ത്വായിഫിലുള്ള മീഖാത്താണ് ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്ത്. സൈലുൽ കബീർ എന്നും പറയും അല്ലേ? ഇതും ഹജ്ജിൻ്റെ മീഖാത്താണ്. വേറെ മീഖാത്തിൻ്റെ പേര് ജുഹ്ഫ എന്ന് പറയുന്ന മീഖാത്താണ്. എന്താ പേര്? നിങ്ങൾ പറയും എന്താണ്? ജുഹ്ഫ. അതേപോലെ തന്നെ വേറൊരു മീഖാത്താണ് യലംലം എന്ന് പറയുന്ന മീഖാത്ത്. എന്താ പേര്? യലംലം. ഒരു മീഖാത്തിൻ്റെ പേരെന്താണ്? ദാത്തു ഇർഖ് എന്നാണ് അതിൻ്റെ പേര്. എന്താ പേര്? അപ്പോൾ 5 മീഖാത്തുകളുടെ പേരെന്ന് പറയട്ടെ. ഒന്ന് ഏതാണ്? ദുൽ ഹുലൈഫ മീഖാത്ത്. അതെവിടെയാണ്? മദീനയിലാണ്. രണ്ടാമത് ഖർനുൽ മനാസിൽ. അതെവിടെയാണ്? ത്വായിഫിലാണ് അല്ലേ? മൂന്നാമത്തെ മീഖാത്ത് ജുഹ്ഫ എന്ന് പറയുന്ന മീഖാത്ത് മദീനയുടെയും അതേപോലെ തന്നെ മക്കയുടെയും ഇടയിലുള്ള സ്ഥലത്താണ് ജുഹ്ഫ എന്ന് പറയുന്ന മീഖാത്ത്. നാലാമത്തെ മീഖാത്ത് യലംലം. അഞ്ചാമത്തെ മീഖാത്ത് ദാത്തു ഇർഖ്. ഈ മീഖാത്തുകളൊന്നും കേട്ട് പരിചയം നമുക്ക് ഉണ്ടാവില്ല. നമുക്ക് ആകെ 3 മീഖാത്തുകളെ കുറിച്ചുകൊണ്ട് അറിയുള്ളൂ. ഏതൊക്കെയാണ്? ഒന്ന് ദുൽ ഹുലൈഫ മീഖാത്തും, ഖർനുൽ മനാസിൽ എന്ന് പറയുന്ന മീഖാത്തും, പിന്നെ ഏത് മീഖാത്തും? ജുഹ്ഫ എന്ന് പറയുന്ന മീഖാത്ത്. ഈ 3 മീഖാത്തുകളെ കുറിച്ചുകൊണ്ട് അറിയാം. കാരണം പഴയ കാലത്തൊക്കെ നമ്മൾ ദുബായിൽ നിന്ന് ഹജ്ജിന് വരുന്ന സമയത്ത്, മക്കയിൽ താമസിക്കുന്ന സമയത്ത് പിന്നെ ഇഹ്റാം ചെയ്യാൻ വേണ്ടി നമ്മൾ ജുഹ്ഫ എന്ന് പറഞ്ഞ മീഖാത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അങ്ങനെ ആ മീഖാത്തും പരിചയമുണ്ട്. പിന്നെ ദാത്തു ഇർഖും അതേപോലെ യലംലം അങ്ങനെ പരിചയം ഉണ്ടാവില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്ന നമുക്ക് നൽകിയിട്ടുള്ള മീഖാത്തുകൾ 5 മീഖാത്താണ്. അതിൽ ഒന്നാമത്തെ മീഖാത്താകുന്ന ദുൽ ഹുലൈഫ എന്ന് പറയുന്ന മീഖാത്തിന് നമ്മൾ എത്തിയിരിക്കുകയാണ്. മനസ്സിലായല്ലോ? ഇവിടെ എത്തി, നമ്മൾ ദുൽ ഹുലൈഫയിലെത്തി. ഇവിടെ ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു ജംഗ്ഷനാണ്. ഇവിടെ നിന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹജ്ജിന് ഇഹ്റാം ചെയ്യാതെ ഉംറയ്ക്ക് മാത്രം ഇഹ്റാം ചെയ്തുകൊണ്ട് മക്കയിലേക്ക് പോകാം. പ്രത്യേകിച്ച് ഇപ്പോൾ ദുബായിൽ നിന്നൊക്കെ കുറച്ച് ആളുകൾ വരുന്നുണ്ട്. ഇപ്പം ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ ഇപ്പോൾ ദുബായിലുള്ളപ്പോൾ, അബുദാബിയിലുള്ളപ്പോൾ, എന്താ പേര്? സ്മര എന്താണ്? ഹബീബ്. അദ്ദേഹം അബുദാബിയിലാണ്. അദ്ദേഹം ഭാര്യ ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ ദുബായി പോയ സമയത്ത് അവർക്ക് ക്ലാസ്സൊക്കെ എടുത്ത് കൊടുത്തിരുന്നു. അപ്പോൾ അങ്ങനെ അദ്ദേഹം നാട്ടിലേക്ക് വന്നു. ഞാൻ നാട്ടിലെത്തി. തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം. അതേപോലെ തന്നെ ഇനി 10-15ഓളം ആളുകൾ ദുബായിൽ നിന്ന് ഡയറക്റ്റ് മദീനയിലേക്ക് വരുന്നുണ്ട്. അവർ ദുൽഹിജ്ജ മാസം 1-നാണ് അവർ മദീനയിലേക്ക് എത്തുക. ഈ ആളുകളൊക്കെ ഒരു പക്ഷേ ഹജ്ജിന് ഇഹ്റാം ചെയ്യാതെ ഒരു ഉംറയ്ക്ക് മാത്രം ഇഹ്റാം ചെയ്ത് പോവുകയും ഉംറയുടെ കർമ്മങ്ങളൊക്കെ പൂർത്തീകരിച്ച് മക്കയിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മളെ കൂടെ എങ്ങോട്ട് പോരും? മിനായിലേക്ക് പോരും. അപ്പോൾ സാധാരണഗതിയിൽ നാട്ടിൽ നിന്ന് പോരുന്ന ആളുകളൊക്കെയും തന്നെ ഈ ദുൽ ഹുലൈഫ എന്ന് പറയുന്ന മീഖാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? ഹജ്ജിന് വേണ്ടിയാണ്. ഇനി ആർക്കെങ്കിലും കൂടുതൽ ദിവസം ആ മീഖാത്തിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്യാൻ കഴിയില്ല എന്ന് കണ്ടാൽ ഏതിന് ഇഹ്റാം ചെയ്യാം? ഉംറക്ക് ഇഹ്റാം ചെയ്യാം. എന്നിട്ട് ഉംറൻ്റെ കർമ്മങ്ങളൊക്കെ എവിടെ വെച്ചുകൊണ്ട് പൂർത്തിയാക്കാൻ നമ്മൾ മക്കയിൽ എത്തിയതിനു ശേഷം പൂർത്തീകരിക്കുക. പിന്നെ ദുൽഹിജ്ജ മാസം
7-ൻ്റെ അന്ന് രാത്രിയോ 8-ൻ്റെ അന്ന് രാവിലെയോ നമ്മൾ പരിശുദ്ധമായ മിനായിലേക്ക് പോകുമ്പോൾ ഇഹ്റാം ചെയ്തുകൊണ്ട് പോകണം. പക്ഷേ അവർക്ക് എന്ത് നിർബന്ധമാകും? അറവ് നിർബന്ധമാകും, ഒരു ഫിദിയ നിർബന്ധമാകും. നേരെ മറിച്ചുകൊണ്ട് പരിശുദ്ധമായ ദുൽഖലീഫയിൽ വെച്ചുകൊണ്ട് നമ്മൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനാണ് നമ്മൾ ഇഹ്റാം ചെയ്യുന്നുവെങ്കിൽ ഒരു നിലയിലുള്ള ഫിദിയും നമുക്ക് നിർബന്ധമാകുന്നില്ല. മനസ്സിലായല്ലോ? അപ്പം നമ്മളിപ്പോൾ എവിടെ എത്തിയിട്ടുള്ളത്? ഈ ദുൽഖുലൈഫ എന്ന് പറയുന്ന മീഖാത്ത് നമ്മൾ എത്തി. അപ്പോൾ ആർക്കെങ്കിലും ഞാൻ ഉംറ ചെയ്യുന്നുള്ളൂ, ഹജ്ജ് ഇപ്പോൾ ചെയ്യുന്നില്ല, ഹജ്ജിന് ഇഹ്റാം ഞാൻ മക്കയിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് അഭിപ്രായമുണ്ടെങ്കിൽ അതിനേക്കുള്ള അവസരം വേണം ഉസ്താദുമാരോട് പറഞ്ഞാൽ ആ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് തന്നെ ഭംഗിയായിക്കൊണ്ട് തന്നെ ഉസ്താദുമാർ നിയ്യത്ത് ചെയ്തു തരും. ഒരു ആശങ്ക അതിന് വേണ്ട. മനസ്സിലായല്ലോ? അപ്പോൾ ദുൽഖുലൈഫയിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്താണ് എല്ലാവരും ഒരുമിച്ച് കൂടിക്കൊണ്ട് ഓരോ ഉസ്താദുമാരും അവരെ കൂടെയുള്ള ആളുകൾ ചിലപ്പോൾ 3 ബസ്സുണ്ട്, ആ 3 ബസ്സുള്ള ആളുകൾ ഒരുമിച്ച് ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ പറ്റിയെങ്കിൽ ഒരുമിച്ച് അവിടെ കൂടി ഹജ്ജിന് വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്യാം. അതിന് മുമ്പായിട്ട് ഇഹ്റാമിന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയം പറ്റുന്ന സമയമാണെങ്കിൽ പള്ളിയിൽ വെച്ചുകൊണ്ട് പോകുന്നു. അവിടെ ബാത്റൂമിന് സൗകര്യമുണ്ട്, കുളിക്കാനുള്ള സൗകര്യമുണ്ട്, കാര്യങ്ങൾ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ധാരാളമുണ്ട്. പക്ഷേ കുളിയും കാര്യങ്ങളൊക്കെ സാധാരണഗതിയിൽ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ ഇഹ്റാമിൻ്റെ കുളി കുളിച്ചുകൊണ്ട് വസ്ത്രം ധരിച്ചുകൊണ്ടാണ് നമ്മൾ എങ്ങോട്ട് വരാറുള്ളത്? ഈ മീഖാത്തിലേക്ക് വരാറുള്ളത്. കാരണം എന്താ കാരണം? ഇവിടുന്ന് കുളിക്കുകയും നനയ്ക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സമയം കുറേ വരും, അല്ലേ? അപ്പോൾ ആ സമയം ദീർഘിക്കാതിരിക്കാൻ വേണ്ടി, സമയം വൈകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? റൂമിൽ നേരെ കുളിച്ചുകൊണ്ട് ഈ ദുൽഖുലൈഫ എന്ന് പറയുന്ന മീഖാത്തിലേക്ക് നമ്മൾ വരികയാണ്. അവിടെ ജസ്റ്റ് ഫർദ് നിസ്കാരത്തിന് സമയമാണെങ്കിൽ ഫർദ് നിസ്കരിക്കും, ജമ്മാക്കേണ്ടതാണെങ്കിൽ ജമ്മാക്കി നിസ്കരിക്കും. അതേപോലെ തന്നെ ഇഹ്റാമിൻ്റെ സുന്നത്ത് നിസ്കരിക്കാനുള്ള സമയമാണെങ്കിൽ അതും കൂടി നിസ്കരിച്ചുകൊണ്ട് പുറത്തു വരികയും നമ്മളെ കൂടെയുള്ള 180ഓളം 200ഓളം വരുന്ന ആളുകൾ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് നിയ്യത്ത് വെക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ വെക്കും. ഇല്ലെങ്കിൽ ഓരോ ഉസ്താദന്മാരും അവരെ കൂടെയുള്ള ആളുകൾക്ക് നിയ്യത്ത് വെച്ച് കൊടുക്കും. അതൊന്നും ഇപ്പോൾ മുൻകൂട്ടി നമുക്ക് പറയാൻ കഴിയില്ലല്ലോ. അയ്യോ ഇല്ല. കാരണം ചില സമയത്ത് നമ്മൾ ചെല്ലുമ്പോൾ പോലീസുകാർ പറയും ഇവിടെ നിൽക്കാൻ പാടില്ല, അപ്പം നമ്മൾ പോകേണ്ടി വരും, അല്ലേ? ചില സ്ഥലത്ത് നമ്മൾ എത്തുന്ന സമയത്ത് ഇവിടെ നിന്നോളി എന്ന് പറയും, അപ്പം നമ്മൾ നിൽക്കും. ഏതായിരുന്നാലും സൗദിൻ്റെ നിയമമായതുകൊണ്ട് നിയമം എന്താണെങ്കിലും നമ്മൾ അംഗീകരിക്കുന്ന നിർബന്ധമാണ്. നമ്മുടെ ഇബാദത്തിനും അത് ആവശ്യമാണ്. അല്ലെങ്കിൽ നമ്മുടെ ഇബാദത്ത് വേണ്ട രീതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ചില ആളുകൾ നമ്മളോട് പറയാറുണ്ട്, ഞാൻ ചെയ്യുന്നത് എൻ്റെ ഉപ്പാക്ക് പകരമായിട്ടാണ്, ഞാൻ നേരത്തെ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഉമ്മാക്ക് പകരമായിട്ട് ഹജ്ജ് ചെയ്യണത്, എൻ്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ഹജ്ജ് ചെയ്യണത്, ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരാൾ ചെയ്യാത്ത ഉപ്പാക്ക് വേണ്ടി, ചെയ്യാത്ത ഉമ്മാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യാത്ത അവർ മറ്റു കുടുംബത്തിൽ ആർക്കെങ്കിലും പകരമായിട്ട് ചെയ്യുന്നുവെങ്കിൽ എന്ത് വേണം? നേരത്തെ നിങ്ങൾ ഉസ്താദുമാർ അറിയിച്ചു കഴിഞ്ഞാൽ അതിന് വേണ്ട നിയ്യത്തും കാര്യങ്ങളൊക്കെ ഉസ്താദുമാർ നിങ്ങൾക്ക് വെച്ച് തരും. ഏതായിരുന്നാലും ഇപ്പം നമ്മൾ നമുക്ക് വേണ്ടി നിയ്യത്ത് ചെയ്യാം, അല്ലേ? ഇപ്പം നമ്മൾ പോരുന്ന കൂട്ടത്തിൽ മുമ്പ് ഹജ്ജ് ചെയ്ത ആളുകളുണ്ടോ? 2 ആളുകളുണ്ട്, എനിക്കറിയാം. ബ്രൈനാജ് ഉണ്ട്, താങ്കളുണ്ട്, അങ്ങനെ കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അല്ലേ? 2-3 ആളെ ഇപ്പം കാണുന്നുള്ളൂ. ആരും നേരത്തെ ചെയ്താണ്. ബാക്കിയുള്ള ആളുകളൊക്കെ എന്താണ് ആദ്യമായി കൊണ്ട് ഹജ്ജ് ചെയ്യാതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഹജ്ജാണ് ഇൻഷാ നമ്മൾ ചെയ്യാൻ പോകുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തിരിഞ്ഞല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾ പറയുന്നു ഞാൻ മുമ്പ് ഹജ്ജ് ചെയ്ത ആളാണ്, ഇനി ഞാൻ ഹജ്ജ് ചെയ്യുന്നതിനെ മരണപ്പെട്ട ഇന്ന ആൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് യാതൊരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ഹജ്ജ് ചെയ്ത കൂലി കിട്ടും, അവർക്കും അതിൻ്റെ കൂലി കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു ആശങ്കയും വേണ്ട. അതിൻ്റെ നിയ്യത്തും കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് പറഞ്ഞുതരും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് എങ്ങനെ ഹജ്ജിൻ്റെ നിയ്യത്ത്? നമ്മൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, നവൈത്തുൽ ഉംറത വ അഹറംതു ബിഹാ ലില്ലാഹി തആല. ഇതാണപ്പോൾ ഉംറ നിയ്യത്തെങ്കിൽ അവിടെ ചെറിയൊരു മാറ്റം, നമ്മൾ വളരെ സിമ്പിളായിട്ട് പറയുന്നുള്ളൂ, കൂടുതൽ വിശദീകരിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെന്താ ചെയ്യുന്നത്? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ അവിടെ ചെറിയൊരു ചേഞ്ചിങ് നടത്തിയിട്ട് ഉംറ എന്നുള്ളിടത്ത് എന്താക്കും? നമ്മൾ ഹജ്ജാക്കും. ഒന്ന് പറയട്ടെ, നവൈത്തു അൽ ഹജ്ജ വ അഹറംതു ബിഹി ലില്ലാഹി തആല ലബ്ബൈക ബിഹജ്ജിൻ ലബ്ബൈക് ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. എന്താ ഇതിനെ മലയാളത്തിൽ അങ്ങനെ പറയാം? അല്ലാഹുവേ, പറയട്ടെ, അല്ലാഹുവേ
നിനക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യാൻ കരുതുകയും അതിന് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ നിങ്ങളിപ്പോൾ ഹാജിയാകാൻ പോകണം. നിങ്ങൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത മുഹ്രിമാണ്. നിങ്ങൾ സാധാരണക്കാരനല്ല. ഞാനൊരു സാധാരണക്കാരനല്ല. അള്ളാഹുവിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളെ കൂട്ടത്തിൽ ഒരാളാണ് ഈ മുഹ്രിം എന്ന് പറയുന്ന, അഥവാ ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്ത ആൾ അള്ളാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. അൽ ഹുജ്ജാജു വൽ ഉമ്മാറു വഫദുല്ലാഹ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഹജ്ജ് ചെയ്യുന്ന ആൾ ഉംറ ചെയ്യുന്ന അള്ളാഹുവിൻ്റെ അതിഥികളാണ്. ഇപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ ഗസ്റ്റ് എന്നുള്ള ഒരു കാറ്റഗറിയിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. മനസ്സിലായല്ലോ? ഇപ്പം നമ്മൾ ഹജ്ജിന് വേണ്ടി നമ്മൾ നിയ്യത്ത് ചെയ്തു. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹജ്ജിന് ഇഹ്റാം ചെയ്താലും ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാലും പാടില്ലാത്ത കാര്യങ്ങൾ ഒന്ന് തന്നെയാണ്. ഏതൊക്കെയാണ്? നഖം മുറിക്കാൻ പാടില്ല, വെട്ടാൻ പാടില്ല, എണ്ണ വെട്ടാൻ പാടില്ല, അങ്ങനെ സോപ്പ്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ കാര്യങ്ങളൊക്കെയും തന്നെ ഇനി നമ്മൾ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. കാരണം ഈ ദുൽഹിജ്ജ മാസം 5 ഇഹ്റാം ചെയ്തുകൊണ്ട് ഏകദേശം 6 ദിവസത്തോളം നമ്മൾ ഇഹ്റാമിലാണ്. എത്ര ദിവസം വരും? ഏകദേശം ഇവിടെ നിന്ന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 ദിവസത്തോളം നമ്മൾ ഇഹ്റാമിലാണ്. ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ശരീരത്തെ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ മനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കണം, എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ അവയവങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, കൃത്യമായിക്കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താ കാരണം? നമ്മുടെ അമലുകൾ ഫസാദാക്കാൻ വേണ്ടി, നമ്മുടെ ഹജ്ജ് നഷ്ടപ്പെടുത്താൻ വേണ്ടി പിന്നിൽ ഒരു ഗൂഢസംഘം പ്രവർത്തിക്കുന്നുണ്ട്. അതാരാണ്? ഇബ്ലീസും ശൈത്താനാണ്. അപ്പോൾ അവരുടെ കെണികളിൽ നിന്നുകൊണ്ട്, അവൻ്റെ കെണികളിൽ നിന്നുകൊണ്ട് രക്ഷപ്പെടാൻ നമ്മുടെ ശരീരത്തെ കാക്കുക എന്ന് നമുക്ക് നിർബന്ധമുള്ള സംഗതിയാണ്. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹജ്ജിന് വേണ്ടി നമ്മൾ ഇഹ്റാം ചെയ്തു. ഈ ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മൾ തൽബിയത്തും ചൊല്ലിക്കൊണ്ട് പരിശുദ്ധമായ മക്കയിലേക്ക് നമ്മൾ പോകുന്നു. എങ്ങോട്ടാണ് പോകുന്നത്? മക്കയിലേക്ക് നമ്മൾ പോകാൻ. മക്കയിലാണല്ലോ ഹജ്ജിൻ്റെ കർമ്മങ്ങളുള്ളത്. എവിടെയല്ല? മദീനത്താണോ? നമ്മളെവിടെയുള്ളത്? നമ്മൾ പരിശുദ്ധമായ മക്കയിൽ നിന്ന് കൊണ്ട് പോന്നു, മദീനയിലെത്തി, അവിടെ 10 ദിവസത്തോളം താമസിച്ച് വീണ്ടും ഹജ്ജിൻ്റെ കർമ്മങ്ങൾ പൂർത്തീകരിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ ഗേഹത്തിലെ പരിശുദ്ധമായ മക്കയിലേക്ക് നമ്മൾ പോകാൻ. അവിടെയാണ് ഹജ്ജിൻ്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ ഹജ്ജ് എന്ന് പറയുന്നത് 10 സംഗതികൾ ഉൾക്കൊള്ളുന്നതാണ്. ഏതൊക്കെ 10 സംഗതികൾ? ഒന്ന് ഇഹ്റാം. അത് നമ്മൾ ചെയ്തല്ലോ അല്ലേ? ഇഹ്റാം നമ്മൾ എന്ത് ചെയ്തു? എവിടെ വെച്ചുകൊണ്ടാണ് ചെയ്തത്? എവിടെ വെച്ചുകൊണ്ടാണ്? ദുൽ ഹുലൈഫ എന്ന് പറയുന്ന മീഖാത്ത് വെച്ചുകൊണ്ട് ചെയ്തു. രണ്ടാമതായിക്കൊണ്ട് എന്ത് ചെയ്യണം? അറഫയാണ്. മനസ്സിലായല്ലോ? രണ്ടാമത് എന്താണ്? അറഫ. മൂന്നാമതായിക്കൊണ്ട് എന്താണ്? തവാഫാണ്. നാലാമതായിക്കൊണ്ട് എന്താണ്? സഅയാണ്. അഞ്ചാമതായിക്കൊണ്ട് മുടി വെട്ടുകയോ കളയുക എന്നുള്ളതാണ് ഫർളായിട്ടുള്ള സംഗതികൾ. തിരിഞ്ഞല്ലോ? ഹജ്ജിൻ്റെ കർമ്മങ്ങൾ 10 കാര്യങ്ങളിൽ അതെന്താണ്? ഉൾക്കൊള്ളുന്നതാണ്. 10 കാര്യങ്ങൾ ഉൾപ്പെടുന്നതാണ് പരിശുദ്ധമായ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ. ഒന്നാമതായിക്കൊണ്ട് ഇഹ്റാം, അത് നമ്മൾ ചെയ്തു. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് അറഫി പോണ്ടേ അല്ലേ? അറഫ. മൂന്നാമതായിക്കൊണ്ടാണ് തവാഫ് ചെയ്യണം, സഅി ചെയ്യണം, മുടിവെട്ടണം. ഇത് നിർബന്ധമായിട്ടുള്ള സംഗതിയാണ്. ഇത് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല. ആടല്ല, ഇനി മറ്റുള്ള പോത്തല്ല, എന്ത് അറുത്ത് കഴിഞ്ഞാലും ഒരിക്കലും അതെനിക്ക് പ്രായച്ചിത്തമാവുകയില്ല, ബദലാവുകയില്ല. ഇനി മറ്റ് സംഗതികൾ എന്താ? 5 വേറുണ്ടല്ലോ. അതെന്താണ്? മീഖാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യാന്നുള്ളതാണ്. അതിപ്പോൾ നമ്മൾ ചെയ്തു. എവിടെ വെച്ചുകൊണ്ട് ചെയ്തു? ദുൽ ഹുലൈഫ എന്ന് പറയുന്ന മീഖാത്തിൽ വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു. രണ്ടാമതായിക്കൊണ്ട് മിനയിൽ താമസിക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് എന്താണ്? മിനയിൽ താമസിക്കുന്ന സമയത്ത് എറിയേണ്ടതായിട്ടുള്ള ജംറകളുണ്ട്, അത് നമ്മൾ എറിയണം. നാലാമതായിക്കൊണ്ട് എന്താണ്? മുസ്ദലിഫയിൽ നമ്മളെന്താണ്? രാപ്പാർക്കുക എന്നുള്ളതാണ്. അഞ്ചാമതായിക്കൊണ്ട് വിടവാങ്ങൽ തവാഫ് ചെയ്യുക എന്നുള്ളതാണ്. ഈ 10 കാര്യങ്ങളിൽ നിന്ന് 5 കാര്യങ്ങൾ ഫറലും 5 കാര്യങ്ങൾ ഹജ്ജിന് വാജിബാത്തുമായിക്കൊണ്ട് നിലകൊള്ളുന്നു. എത്ര കാര്യങ്ങളുണ്ട്? 10 കാര്യങ്ങൾ. ഈ 10 കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നതോട് കൂടെ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം എന്താണ്? പൂർത്തീകരിക്കാൻ പോകാൻ. ഒന്നും കൂടി പറയാം. 5 കാര്യങ്ങൾ. ഒന്ന് ഏതാണ്? ഇഹ്റാം ചെയ്യാന്നുള്ളത്. പിന്നെന്താണ്? എന്താണ്? അറഫയിൽ പോകുക എന്നുള്ളതാണ്, അറഫയിൽ നിൽക്കുക എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പിന്നെ എന്താണ്? തവാഫ് ചെയ്യാം. നാലാമതായിട്ട് സഅയും ചെയ്യാം. അഞ്ചാമതായിട്ട്
മുടി വെട്ടുക അല്ലെങ്കിൽ കളയാം. അതേപോലെ തന്നെ മീഖാത്തിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യാം. മിനായിൽ താമസിക്കുക. പിന്നെ നമ്മൾ മിനയുടെ രൂപങ്ങളൊക്കെ നേരത്തെ ഇവിടെ കണ്ടല്ലോ, അല്ലേ? മിനായിൽ താമസിക്കുക. അവിടെ താമസിക്കുന്ന സമയത്ത് എറിയേണ്ടതായിട്ടുള്ള സ്ഥലങ്ങൾ ജംറകൾ എറിയുക. നാലാമതായിട്ടോ മുസ്ദലിഫയിൽ നമ്മളെന്ത് ചെയ്യുന്നു? താപ്പാർക്കുന്നു. അഞ്ചാമതായിക്കൊണ്ട് പോരുന്ന സമയത്ത് വിടവാങ്ങൽ തവാഫ്. ഈ 10 സംഗതികൾ ചെയ്യുന്നതോട് കൂടെ ഹജ്ജിൻ്റെ കർമ്മങ്ങൾക്ക് വിട നൽകുകയാണ്. ഈ ഒന്നും കൂടി പറഞ്ഞാൽ നമ്മൾ അൽഹംദുലില്ലാ പരിശുദ്ധമായ ഈ മീഖാത്തിൽ നിന്നുകൊണ്ട് മക്കയിലേക്ക് നമ്മൾ എത്തുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ നമ്മൾ താമസിച്ച മാരിയറ്റ് ഹോട്ടലിലേക്ക് പകരമായിക്കൊണ്ട് അസീസിയയിലെ നല്ല ഒരു ഹോട്ടലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. അത് മിനയിലേക്ക് അടുത്താണ്. ഇവിടെ നമ്മൾ എത്തുന്നു. ഇവിടെ എത്തിക്കഴിഞ്ഞാലും അങ്ങനെ തന്നെ റൂമുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻഷാ അല്ലാഹ് മദീനത്ത് തർത്തീബാക്കിയതുപോലെ തന്നെ ഇവിടെ വെച്ചുകൊണ്ട് റൂമുകളൊക്കെ തർത്തീബാക്കി തരും. ഈ സമയത്ത് മക്കയിൽ താമസിച്ച സൗകര്യങ്ങൾക്ക് കുറച്ച് കുറവുണ്ടാകും എവിടെ എത്തുമ്പോൾ? മദീനയിലെത്തുമ്പോൾ. മദീനയിൽ താമസിച്ച ആ റൂമിനേക്കാളും കുറച്ച് സൗകര്യങ്ങൾ കുറവുണ്ടാകാം എവിടെ? ഈ അസീസിയിൽ വെച്ചുകൊണ്ട്. മനസ്സിലായല്ലോ? മിനയിലെത്തുമ്പോൾ സൗകര്യങ്ങൾ പരിമിതമായിരിക്കും. തിരിഞ്ഞല്ലോ? ഈ 4 സ്ഥലങ്ങളിലുള്ള താമസവും അത് വ്യത്യസ്ത രീതിയിലായിരിക്കും. ഈ സമയത്തൊന്നും നിങ്ങളെ പ്രഷർ എന്ത് ചെയ്യാൻ പാടില്ല? കൂടാനും കുറയാനൊന്നും പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ പ്രഷർ എന്ത് ചെയ്യാൻ പാടില്ല? കുറയാനും പാടില്ല, കൂടാനും പാടില്ല. അതൊക്കെ ഇങ്ങനെ മിഡിലിങ്ങനെ നിൽക്കണം, നടുവിലിങ്ങനെ നിൽക്കണം. ആ ഒരു പ്രഷർ കൂടുകയോ കുറയുകയോ ചെയ്താൽ നമ്മൾ മുടക്കിയിട്ടുള്ള 7 ലക്ഷം രൂപയോളം നമുക്ക് നഷ്ടമാകുമെന്ന് മാത്രമല്ല ഒരുപാട് കുറ്റങ്ങളുമായിക്കൊണ്ട് തിരിച്ചു വരേണ്ടി വരും. അള്ളാഹു കാക്കട്ടെ. അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ എവിടെ എത്തുകയാണ്? എവിടെ എത്തി? നമ്മൾ ദുൽഹുലൈഫ മീഖാത്തുനിന്ന് മദീനയിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് നമ്മൾ എവിടെ എത്തിയിട്ടുണ്ട്? മക്കത്തെത്തി. മക്കത്ത് എവിടെ എത്തി? നമ്മൾ അസീസിയിലെത്തി. നമ്മൾ ഇവിടെ എത്തുമ്പോൾ 1-2 കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ മക്കയിലെത്തുമ്പോൾ ഖുദൂമിൻ്റെ തവാഫ് എന്ന് പറയുന്ന തവാഫ് അത് സുന്നത്താണ്. ഒരു പക്ഷേ അതെനിക്ക് അവസരം കിട്ടിയാൽ നമ്മൾ ചെയ്യും. ഇല്ലെങ്കിൽ പ്രായമുള്ളവരും സ്ത്രീകളൊക്കെ കൂടുതലായതുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് കൊണ്ടൊന്നും ആശങ്കപ്പെടേണ്ടതില്ല. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഒരു നിലക്കുള്ള കോട്ടവും തട്ടുകയില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഇവിടെ നമ്മൾ ഏത് സമയത്താണ് എത്തുന്നത്? ദുൽഹിജ്ജ മാസം 5-ന് പുറപ്പെട്ട് 5-ന് രാത്രിയോട് കൂടെ അസീസിലെത്തി. അന്ന് അവിടെ താമസിക്കുന്നു. എവിടെ താമസിക്കുന്നു? അസീസിൽ താമസിക്കുന്നു. 2-ാമത്തെ ദിവസം അവിടെ താമസിക്കുന്നു, അഥവാ 6-ാമത്തെ ദിവസം താമസിക്കുന്നു. 7-ാമത്തെ ദിവസം ദുൽഹിജ്ജ മാസം 7-ൻ്റെ അന്ന് രാത്രി നമുക്കുള്ള നൽകപ്പെട്ട അവിടുത്തെ കമ്പനി, അവിടുത്തെ മുഅസ്സസ പറയുകയാണ് 7-ൻ്റെ അന്ന് രാത്രി മിനായിലേക്ക് പോകാനുള്ള വാഹനം വരും, അതുകൊണ്ട് നിങ്ങൾ റെഡിയാകണമെന്ന് പറഞ്ഞാൽ പിന്നെ മറിച്ചൊന്നും സംസാരിക്കാതെ തന്നെ എന്ത് വേണം? മിനായിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ തയ്യാറാക്കണം. അതിന് മുമ്പായിട്ട് മിനായിലേക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൊണ്ടുപോകണം, മിനായിലേക്ക് എങ്ങനെ പോകണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുകൊണ്ടൊക്കെ മദീനയിൽ വെച്ചുകൊണ്ടും മക്കയിൽ വെച്ചുകൊണ്ടും നിങ്ങൾക്ക് നിർദ്ദേശങ്ങളും ക്ലാസ്സുകളും നൽകും. പോരെ? അത് മതിയല്ലോ. അപ്പം അവിടെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് മിനായിലേക്ക് നിങ്ങളൊന്ന് കൈ പിടിക്കണം. അതേപോലെ തന്നെ മിനായിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചുകൊണ്ടുള്ള ശരിക്കുള്ളൊരു ഡീറ്റെയിൽസ് ഇൻഷാ അല്ലാഹ് അവിടെ വെച്ചുകൊണ്ട് നൽകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പോൾ ഈ മിനായിലേക്ക് നമ്മൾ പോകുന്നത് ചിലപ്പോൾ ദുൽഹിജ്ജ മാസം 7-ൻ്റെ അന്ന് രാത്രിയായിരിക്കും. എന്നായിരിക്കും? ദുൽഹിജ്ജ മാസം 7-ൻ്റെ അന്ന് രാത്രിയായിരിക്കും. ഒരു പക്ഷേ അന്നും കൂടി അവിടെ താമസിച്ച് 8-ൻ്റെ അന്ന് രാവിലെ നമ്മൾ എന്ത് ചെയ്യുന്നു? ചായ എല്ലാം കുടിച്ച് ഭക്ഷണമെല്ലാം കഴിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ദുൽഹുലൈഫ മീഖാത്തിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്യാതെ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്ത ആളുകൾ ഉണ്ടാകും, പ്രത്യേകിച്ച് ദുബായിൽ നിന്ന് വരുന്ന ആളുകൾ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു? അവർ അവിടെ വെച്ചുകൊണ്ട് മക്കയിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഹജ്ജിന് വേണ്ടി ഇഹ്റാം ചെയ്യേണ്ടത്. നമ്മൾ എവിടെ വെച്ചുകൊണ്ട് ചെയ്തു? മദീന വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തു. ഈ ആളുകൾ എവിടെ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നു? നമ്മൾ എപ്പോഴാണ് പോകുന്നെങ്കിൽ അവിടെ വെച്ചുകൊണ്ട് മക്കയിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് അറിവ് നിർബന്ധമുണ്ടാകും. ഏതായിരുന്നാലും ഒരുമിച്ച് എല്ലാവരും ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് പരിശുദ്ധമായ മിനായിലേക്ക് നമ്മൾ പോകാൻ. മിനായിലേക്ക് നമ്മൾ പോകുമ്പോൾ ആ ദിവസം ഒരു പക്ഷേ
ദുൽഹിജ്ജ മാസം 8-നാകാം, അല്ലെങ്കിൽ 7-ൻ്റെ അന്ന് രാത്രിയാകാം. 8-ൻ്റെ അന്ന് പോവുകയാണെങ്കിൽ ആ ദിവസത്തിൻ്റെ പേര് യൗമു തർവിയ എന്നാണ്. എന്താ പേര്? ഇനി അങ്ങോട്ടുള്ള ഓരോ ദിവസത്തിനും ഓരോ പേരുണ്ട്. എല്ലാവരും ഒന്ന് നീണ്ടിരിക്കും, തെൽബിയത്തിൽ അപ്പോഴത് ശരിയാവുള്ളൂ. വഴങ്ങി തോന്നുന്നുണ്ട് അല്ലേ? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ആയിരിക്കും. ഏതാ ദിവസം? ദുൽഹിജ്ജ മാസം 8-ന് നമ്മൾ പോകുന്നത്. ഒരു സാധ്യത 7-ൻ്റെ അന്ന് രാത്രി പോകാനുണ്ട് എന്ന് മാത്രം. സാധാരണഗതിയിൽ 8-ൻ്റെ അന്ന് രാവിലെ നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. ആ ദിവസത്തിന് പേരെന്താ പറഞ്ഞത്? അസിയാജ് എന്താ പേര് പറഞ്ഞത്? ആ ദിവസത്തിന് പേരെന്താ പറഞ്ഞത്? ആരെ പേരല്ല, ആ ദിവസത്തിന് നമ്മൾ മിനായിലേക്ക് പോകുന്ന 8-ന് ആ ദിവസത്തിൻ്റെ പേരെന്താണ്? എന്താ പേര് പറഞ്ഞത്? യൗമു തർവിയ. ദിവസങ്ങൾ വേറെ ദിവസങ്ങൾ കഴിഞ്ഞ് പേര് പറയാൻ പോവാണ്. യൗമു തർവിയ എന്നാണ് പേര്. യൗമു തർവിയ എന്ന് പറഞ്ഞാൽ വെള്ളം ശേഖരിക്കുന്ന, വെള്ളം സംഘടിപ്പിക്കുന്ന ദിവസം എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് നമുക്കറിയാം റസൂലുള്ളാഹിനെ കൂടെ 1,00,000-ലധികം വരുന്ന ആളുകളുണ്ട്. അതിനുശേഷം അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഹജ്ജ് ചെയ്യും. അന്നൊന്നും ഇതുപോലെയുള്ള വെള്ളത്തിന് സൗകര്യങ്ങളൊന്നുമില്ല. ഉള്ള തോൽപാത്രത്തിൽ മറ്റും വെള്ളം കൊണ്ടുപോകാനുള്ള ഏർപ്പാട് അവർ ചെയ്യും. അതുകൊണ്ട് ആ ദിവസത്തിൻ്റെ പേരെന്താണ്? യൗമു തർവിയ. അപ്പോൾ ദുൽഹിജ്ജ മാസം 8-ൻ്റെ അന്ന് യൗമു തർവിയയാണ്. നമ്മൾ മിനായിലേക്ക് നമ്മൾ എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി മക്കയിൽ വെച്ചുകൊണ്ട് ഇഹ്റാം ചെയ്തു. അങ്ങനെ യൗമു തർവിയാകുന്ന ദുൽഹിജ്ജ മാസം 8-ൻ്റെ അന്ന് എങ്ങോട്ട് പോയി? മിനായിലേക്ക് പോയി. ഇപ്പം നമ്മൾ എങ്ങോട്ടാ യാത്ര? ഹജ്ജിൻ്റെ കർമ്മങ്ങളിലേക്ക് നമ്മൾ കടന്നു. മദീനയിൽ വെച്ചുകൊണ്ട് ഹജ്ജിന് ഇഹ്റാം ചെയ്തതോടുകൂടെ ഹജ്ജിൻ്റെ ഫറളായിട്ടുള്ള അമലുകൾ നമ്മൾ തുടക്കം കുറിച്ചു. അങ്ങനെ അവിടെ നിന്ന് ഇൻഷാ അല്ലാഹ് പുറപ്പെട്ട് മക്കയിലെത്തി. ഒരു പക്ഷേ ഖുദൂമിനെ തവാഫ് ചെയ്തു എന്ന് വരും, ഇല്ലെങ്കിൽ അവിടെ തന്നെ ഒരുമിച്ച് കൂടി ഇൻഷാ അല്ലാഹ് ദുൽഹിജ്ജ മാസം 8-ൻ്റെ അന്ന് യൗമു തർവിയൻ്റെ അന്ന് നമ്മൾ മിനായിലേക്ക് പോകുന്നു. ഒരുപാട് ചരിത്രങ്ങൾ മിനയെക്കുറിച്ച് കൊണ്ട് പറയാനുണ്ട്. ഇബ്രാഹിം നബി ഇസ്ലാമിൻ്റെ കഥ പറയാനുണ്ട്. ആദം നബി ഇസ്ലാമിൻ്റെ കഥ പറയാനുണ്ട്. ധാരാളം ചരിത്രങ്ങളുള്ള മിനയിലേക്ക് നമ്മൾ പോകാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥ പറയാനുണ്ട്. പക്ഷെ അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അങ്ങനെ ഇൻഷാ അല്ലാഹ് മിനയിലെത്തി അന്ന് രാത്രി നമ്മൾ അവിടെ താമസിക്കുന്നു. ആ ദിവസത്തിൻ്റെ പേര് മറന്നിട്ടില്ലല്ലോ, യൗമു തർവിയ എന്ന് അവിടെ താമസിക്കുന്നു. ഈ ദിവസം അവിടെ താമസിക്കുക എന്നുള്ള നിർബന്ധമായിട്ടുള്ള സംഗതിയല്ല, സുന്നത്തായിട്ടുള്ള സംഗതിയാണ്. സ്ത്രീകൾ മനസ്സിലാകുന്നില്ലേ? അന്ന് രാത്രി നമ്മൾ അവിടെ താമസിക്കുക എന്നുള്ള എന്തല്ല, നിർബന്ധമുള്ള സംഗതിയല്ല. പക്ഷേ അതെന്താണ്? സുന്നത്താണ്. കാരണം മഹാനാരക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പ്രവാചകൻ്റെ കൂടെയുള്ള സ്വഹാബത്തും അന്ന് രാത്രി അവിടെ താമസിച്ചിട്ടുണ്ട്. അവിടെ വെച്ചുകൊണ്ട് നമുക്ക് ദുആ നിസ്കരിക്കാം. അതേപോലെ തന്നെ മറ്റു നിസ്കാരം നിസ്കരിക്കാം. അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് സംഗതികൾ പറയാം. കാരണം അത് മിനയിലെ പ്രത്യേകതയുള്ള ദിവസമാണെന്ന്. അന്ന് നമ്മൾ അവിടെ താമസിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് രാത്രി 12 മണിയോട് കൂടെ മുഅസ്സസയിൽ നിന്ന് കൊണ്ടും ഈ ഒരു മെസ്സേജ് വരുന്നു: നിങ്ങളെല്ലാ ആളുകളും ഒരുങ്ങണം. എങ്ങോട്ട് പോകാൻ വേണ്ടി? അറഫയിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ മിനായിൽ ഇങ്ങനെ തിരിഞ്ഞു നിൽക്കാൻ പാടില്ല, നമ്മളൊക്കെ റെഡിയാകണം. അപ്പോൾ മിനായിലേക്ക് പോകുന്ന സമയത്ത് തന്നെ നമ്മൾ പറയും അറഫയിലേക്ക് പോകേണ്ടി വരും. അറഫയിലേക്ക് പോകുമ്പോൾ ഇന്നാലിന്ന സാധനങ്ങളൊക്കെ നമ്മൾ കയ്യിൽ വെക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയിലതുണ്ടാകണം. തിരിഞ്ഞല്ലോ. പിന്നെ അറഫയിലെത്തിയിട്ട് ഞാൻ മരുന്നെടുക്കാൻ മറന്നുപോയി, ഞാൻ അറഫയിലെത്തിയതിന് ശേഷം ഞാൻ അതെടുക്കാൻ മറന്നുപോയി എന്നുള്ള കാര്യങ്ങളൊന്നും ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്ത് പറയാൻ പാടില്ല. എന്താ കാരണം? അവിടെ നമുക്ക് നിങ്ങൾ കഴിക്കുന്ന മരുന്ന് സംഘടിപ്പിക്കാൻ പ്രയാസമായിരിക്കും. നിങ്ങൾ സാധാരണ പ്രഷറിന് കഴിക്കുന്ന മരുന്ന് അറഫയിൽ നിന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല. അപ്പോൾ അതൊക്കെ മരുന്നും കാര്യങ്ങളൊക്കെ കൂടുതൽ ആളുകൾ ഭർത്താവിൻ്റെ മരുന്ന്, ഭാര്യയുടെ മരുന്ന്, പരസ്പരം എന്ത് വേണം കാര്യങ്ങൾ ശ്രദ്ധിക്കണം.
ഏട്ടത്തിയോ അനിയത്തോ നാട്ടുകാരോ അയൽവാസികളൊക്കെ ഉണ്ടെങ്കിൽ നീ കുടിക്കുന്ന മരുന്ന് മറന്നിട്ടില്ലല്ലോ എന്ന് നമ്മളെ തമാശ രൂപത്തിൽ പറഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് പല വഴി ഉണ്ടാക്കാം. തിരിഞ്ഞല്ലോ. അപ്പം അങ്ങനെ നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓർമ്മിപ്പിച്ചും പരസ്പരം സഹകരിച്ചു കൊണ്ടാണ് മിനായിലേക്ക് നമ്മൾ പോകുന്നത്. അൽഹംദുലില്ലാഹ് നമ്മൾ മിനയിലിപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടുത്തെ ഹൈമകൾ കഴിഞ്ഞ വർഷത്തൊക്കെ പോലെ തന്നെ മുൻ വർഷങ്ങളെ സൗകര്യങ്ങളല്ലാത്ത ധാരാളം സൗകര്യങ്ങളുള്ള മിനായിലെ ഹൈമയിലാണ് നമ്മൾ താമസിക്കാൻ പോകുന്നത്. എങ്ങനെ സൗകര്യങ്ങളുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടാകും അല്ലേ? പോയ ആളുകൾക്കറിയാലോ, ഹജ്ജിന് പോയ ആളുകൾക്കറിയാം എത്ര സൗകര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അവിടെ എത്തുമ്പോൾ സൗകര്യങ്ങൾ പാടെ കുറവായിരിക്കും. ആ സമയത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്ഷമയോട് കൂടെ നല്ല നിയ്യത്തോടു കൂടെ അവിടെ താമസിക്കണം. പറഞ്ഞു വന്നത് നിങ്ങൾക്കറിയാലോ, അന്ന് രാത്രി മോസസിൽ നിന്ന് കൊണ്ട് വിളിക്കുകയാണിതാ നിങ്ങളൊക്കെ ഒരുങ്ങണമെന്ന് പറഞ്ഞാൽ അന്ന് രാത്രി തന്നെ നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും? അഥവാ ദുൽഹിജ്ജ മാസം 8 തന്നെ നമ്മൾ എങ്ങോട്ട് പോകേണ്ടി വരും? അറഫയിലേക്ക് പോകേണ്ടി വരും. എന്താ അതിൻ്റെ കാരണം? 10,000 വരുന്ന വാഹനങ്ങളിലായിട്ടാണ് ഈ ഹാജിമാരൊക്കെയും അറഫയിലേക്ക് എത്തിക്കുന്നത്. ഈ 10,000 വരുന്ന ഹാജിമാരെ അവർ ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഇന്ന സമയത്ത് ഇന്ന ടീമിനെ കൊണ്ടുപോവുക, ഇന്ന സമയത്ത് ഇന്ന ടീമിനെ കൊണ്ടുപോവുക എന്നല്ല, അവർ കൃത്യമായി കൊണ്ടുള്ള ഒരു ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാകും. ആ ഷെഡ്യൂൾ അനുസരിച്ച് കൊണ്ടാണ് നമ്മളും പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ ദുൽഹിജ്ജ മാസം 8 ഇനി അന്ന് പോയില്ല എങ്കിൽ പിന്നെ ദുൽഹിജ്ജ മാസം 9 സുബീ നമസ്കാരം കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ പോവുക, അല്ലെങ്കിൽ സുബീൻ്റെ മുമ്പായിട്ടും പോവുക. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഹൈമയിലുള്ള മിനായിലെ ടെൻറ്റിലുള്ള മുഴുവൻ ആളുകൾക്കും ഓരോ ഉസ്താദുമാർ റഷീദാജ് അടക്കമുള്ള മാനേജ്മെൻറ്റ് ആളുകളൊക്കെയും നൽകുന്ന നിർദ്ദേശം അത് ചെവി വളരെ ശ്രദ്ധയോടുകൂടെ കേട്ടുകൊണ്ട് അതനുസരിക്കാൻ നമ്മളൊക്കെയും തയ്യാറാകണം. എന്നാൽ മാത്രമേ പരിശുദ്ധമായ ഹജ്ജ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പം അങ്ങനെ ഇൻഷാ അല്ലാഹ് നമ്മൾ അവരെ സൈഡ് തന്നാൽ അവർക്ക് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും നല്ലത് മുഅസ്സസ നമ്മളോട് രാത്രി തന്നെ പോകാൻ പറഞ്ഞാൽ അതായിരിക്കും നല്ലത്. ഏതാവട്ടെ അവരെ ഗവൺമെൻറ് പറയുന്ന തീരുമാനം എന്താണെങ്കിലും നമ്മൾ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അർപ്പിതമായിട്ടുള്ള കാര്യം. അപ്പോൾ ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ് നമ്മൾ പരിശുദ്ധമായ അറഫയിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയൊരു കുളിയൊക്കെ കുളിക്കൊരു സുന്നത്തുണ്ട്. പക്ഷേ നമ്മൾ ആ കുളി കുളിച്ചുകൊണ്ട് നമ്മുടെ രോമങ്ങളൊക്കെ കൊഴിച്ച് കളഞ്ഞാൽ, സോപ്പൊക്കെ തേച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന് കറിവ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് 100% എൻ്റെ ഹജ്ജ് സ്വീകരിക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടെയായിരിക്കണം ആണായാലും പെണ്ണായാലും ഈ സമയത്ത് പ്രവർത്തിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് നമ്മൾ എവിടെ പോകുന്നു? പരിശുദ്ധമായ അറഫയിലേക്ക് നമ്മൾ പോകാൻ. അറഫയിലേക്ക് പോകുമ്പോഴൊക്കെ നമ്മളിൽ നിന്ന് കേൾക്കേണ്ടത് ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്ക് എന്നുള്ള മിനായിലേക്ക് വരുമ്പോൾ ചൊല്ലിയതുപോലെ അതേപോലെ തന്നെ അറഫയിലേക്ക് പോകുമ്പോഴും ആ ദിക്റുകൾ ചൊല്ലിക്കൊണ്ടാണ് പരിശുദ്ധമായ അറഫയിലേക്ക് നമ്മൾ പോകുന്നത്. നമുക്ക് നിശ്ചയിക്കപ്പെട്ട മിനായിൽ നമുക്ക് നൽകപ്പെട്ട അതേ മുഅസ്സസ തന്നെ നമുക്ക് അറഫയിലും അവിടെ ടെൻറ്റുകൾ ഒരുക്കിയിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മൾ സുബീൻ്റെ ശേഷം എത്തുമ്പോൾ തൽക്കാലം കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ അവിടെ ഉണ്ടാകും, വെള്ളമുണ്ടാകും, എല്ലാം ഉണ്ടാകും. അതെല്ലാം കഴിച്ച് നേരത്തെ എത്തിക്കഴിഞ്ഞാൽ ഉച്ചയോട് കൂടെ തുടങ്ങുന്ന അറഫയുടെ ആ പുണ്യമാക്കപ്പെട്ട മുഹൂർത്തത്തിലേക്ക് വേണ്ടി നമ്മളൊക്കെയും ഒരുങ്ങണം. ഉദാഹരണം പറയാം, സുബീസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ പുറപ്പെട്ടു, അല്ലെങ്കിൽ രാത്രി നമ്മൾ പുറപ്പെട്ടു, ഏകദേശം രാവിലെ 8 മണിയോട് കൂടെ തന്നെ നമ്മൾ ഇവിടെ എത്തി, അറഫയിലെത്തി. ഈ 8 മണിയോട് കൂടെ അറഫയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്ത് വേണം? ഉച്ചയോട് കൂടെയാണ് അറഫയുടെ സമയം ആരംഭിക്കുന്നത്. എപ്പോഴല്ല? രാവിലെയല്ല. ഈ അറഫയിലെ നൃത്തം അത് സ്റ്റാർട്ടാവുന്ന എപ്പോഴാണ്? ളുഹുറോട് കൂടെയാണ്. അപ്പോൾ ളുഹുറിൻ്റെ മുമ്പ് നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് വേണം? ബാത്റൂമിലൊക്കെ പോയി ഉറങ്ങാനുള്ളവർക്ക് ഉറങ്ങി നല്ല റെസ്റ്റ് എടുത്തുകൊണ്ട് നല്ല ഫ്രഷായിട്ട് ളുഹുറിന് ശേഷമുള്ള അമലുകൾ കൃത്യമായിക്കൊണ്ടും ഭംഗിയായിട്ടും നല്ല ഇഖ്ലാസോട് കൂടെ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങളൊക്കെയും നിർബന്ധമായിട്ടും അടിച്ചുകൊണ്ട് ചെയ്യണം. പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ? അറഫയുടെ സമയം ആരംഭിക്കുന്ന എപ്പോഴാണ്? ളുഹുർ മുതൽക്കാൻ. അപ്പോൾ ളുഹുറിൻ്റെ നമ്മൾ മുമ്പ് എത്തിക്കഴിഞ്ഞാൽ ചെയ്യേണ്ട പണികൾ എന്താ? നമ്മൾ ളുഹുറിന് ശേഷമുള്ള അമലുകൾ ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കങ്ങൾ നടത്തണം, അല്ലേ? ബാത്റൂം പോകുന്ന ആൾ ബാത്റൂം പോകണം, ഒതുകൊടുക്കേണ്ട ആൾ ഒതുകൊടുക്കണം. അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്ത് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധമായ അറഫയുടെ ആ ഏറ്റവും നല്ല ആ മുഹൂർത്തത്തിലേക്ക് നമ്മൾ കടക്കാൻ. അപ്പോൾ അവിടെ മസ്ജിദുൻ നമിറ എന്ന് പറയുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് ഖുത്ബ നടക്കുന്നുണ്ടാകും.
അല്ലേ? നിസ്കാരം നടക്കുന്നുണ്ടാകും, എല്ലാ സംഗതിയും നടക്കുന്നുണ്ടാകും. പക്ഷെ അതിലേക്കൊന്നും ഒരു പക്ഷേ നമ്മുടെ കൂടുതൽ ആളുകൾക്ക് പോകാൻ കഴിയണമെന്നില്ല. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനുള്ള വഴികൾ ചിലപ്പോൾ അടഞ്ഞിരിക്കും, അല്ലെങ്കിൽ അങ്ങോട്ട് എത്തിച്ചേരാനുള്ള വഴികൾ തന്നെ ഒരുപാട് പ്രയാസമുള്ള വഴികളായിരിക്കും. അപ്പം അതുകൊണ്ട് നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ ഹൈമയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ നിസ്കാരങ്ങൾ, നമ്മുടെ പ്രാർത്ഥനകൾ എല്ലാം ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് സങ്കടപ്പെട്ടുകൊണ്ട് കാര്യങ്ങളൊക്കെയും പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കേണ്ട സമയമാണ് ളുഹർ മുതൽക്ക്. ഇൻഷാ അള്ളാഹ് പ്രോഗ്രാമുകൾ ഉണ്ടാകും, ദിക്റുകൾ ഉണ്ടാകും, സ്വലാത്തുകൾ ഉണ്ടാകും, തെൽബിയത്തുകൾ ഉണ്ടാകും. അതേപോലെ തന്നെ കൂട്ടമായിക്കൊണ്ട് പ്രാർത്ഥനകൾ ഉണ്ടാകും, സ്വന്തമായിക്കൊണ്ട് പ്രാർത്ഥനകൾ ഉണ്ടാകും. എല്ലാം അവിടെ വെച്ചുകൊണ്ട് ഇൻഷാ അള്ളാഹ് ഉസ്താദുമാരുടെ നേതൃത്വത്തിൽ നടക്കും. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അറഫ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ഞാൻ കഥ പറയുന്നില്ല, ഇൻഷാ അള്ളാഹ് നമുക്ക് പിന്നീട് പറയാം. അറഫ എന്ന് പറഞ്ഞാൽ എത്രയാണോ മനുഷ്യന്മാർ വരുന്നെങ്കിലും അവരെക്കാൾ കൂടുതൽ അള്ളാഹുവിൻ്റെ മലക്കുകൾ നമ്മോടൊപ്പം ചേർന്നു വേണ്ടി നമ്മുടെ കാര്യങ്ങളൊക്കെ വീക്ഷിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മലാഖകൾ ധാരാളം നമ്മുടെ കൂടെ ഉണ്ടാകും. അവരുടെ പ്രാർത്ഥനകൾ നമുക്ക് ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഇൻഷാ അള്ളാഹ് പരിശുദ്ധമായ ആ പുണ്യഭൂമി ഇബാദത്ത് കൊണ്ട് ധന്യമാക്കണം. അങ്ങനെ ളുഹൂർ മുതൽക്ക് ഇൻഷാ അള്ളാഹ് ആരംഭിക്കുന്നു. ഭക്ഷണം അവിടെ നൽകുന്നു, അത് നമ്മൾ കഴിക്കുന്നു. ളുഹൂറും അസ്റും കൂടി ജമ്മാക്കി കസറാക്കി നമ്മൾ നമസ്കരിക്കുന്നു. മനസ്സിലായല്ലോ? മഹാനാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചത് അങ്ങനെയാണ്. എങ്ങനെ നിസ്കരിച്ചത്? ളുഹൂർ 2 റക്അത്ത്, അസ്ർ 2 റക്അത്ത്. ളുഹൂറിലേക്ക് മുന്തിച്ചുകൊണ്ട് അസ്റിനെ നിസ്കരിച്ചുകൊണ്ടാണ് മഹാനാർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും അവിടെ ഇബാദത്ത് ചെയ്തത്. അങ്ങനെ ഇൻഷാ അല്ലാഹ് ളുഹൂറും അസ്റും കൂടെ ഒക്കെ നിസ്കരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ഇബാദത്തിലേക്ക് അങ്ങോട്ട് കിടക്കാം. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും അള്ളാഹുവിലേക്ക് പൊരുത്തപ്പെട്ട പ്രവർത്തനങ്ങളാകണം. അവിടെ വെച്ചുകൊണ്ട് ഒരു അണമണി തൂക്കം, ഒരു പണത്തൂക്കം തെറ്റുകൾ മനസ്സുകൊണ്ടോ നമ്മുടെ അവയവങ്ങളെ കൊണ്ടോ സംഭവിക്കാൻ പാടില്ല. കാരണം നമ്മുടെ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ വേണ്ടി, നമ്മുടെ ദോഷങ്ങളൊക്കെയും കരിച്ചു കളയാൻ വേണ്ടിയാണ് അറഫയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു നൽകുമാറാവട്ടെ. അവിടെ ഇരിക്കുമ്പോൾ തന്നെ വളരെ അതവോട് കൂടെ, വളരെ മര്യാദയോട് കൂടെ ആയിരിക്കണം അറഫയിൽ നമ്മൾ ഇരിക്കേണ്ടത്. പുരുഷന്മാരും സ്ത്രീകളൊക്കെ ഇരിക്കുമ്പോൾ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ടിരിക്കണം. അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ മിനിമം 3 പ്രാവശ്യമെങ്കിലും പറയണം. അള്ളാഹുവേ എനിക്കിനി പൊറുക്കണേ എന്ന് പറയുന്നത് 1 പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല, 2 പ്രാവശ്യം കൊണ്ട് നിർത്താൻ പാടില്ല. ചുരുങ്ങിയത് 3 പ്രാവശ്യമെങ്കിലും പറയണം. അവിടെ ഉണ്ടാകുന്ന വെയിൽ നമ്മൾ കൊല്ലണം. അവിടെ എങ്ങാനും മഴ വർഷിച്ചു കഴിഞ്ഞാൽ മഴ നമ്മൾ കൊല്ലണം. ഫാമിലിയാണെങ്കിൽ അവർ സ്വന്തമായിക്കൊണ്ട് ഒരുമിച്ച് പോയിട്ട് അള്ളാഹുവിനോട് സങ്കടങ്ങൾ പറയണം. അങ്ങനെ ളുഹൂർ മുതൽക്ക് മഗ്രിബ് വരെ ഇബാദത്തിൽ മാത്രം കഴിച്ചു കൂട്ടിക്കൊണ്ടായിരിക്കണം അറഫയെ ഇബാദത്ത് കൊണ്ട് ധന്യമാക്കേണ്ടത്. അള്ളാഹുവിൻ്റെ മാലാഖ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന സംഗതി ഇബ്ലീസാണ്. ആ ഇബ്ലീസ് ഏറ്റവും കൂടുതൽ സങ്കടപ്പെടുന്നതും കരയുന്നതും അറഫയിലെ ഈ ജനസാഗരത്തെ കണ്ടുകൊണ്ടാണ്. ഈ ഹാജിമാരിലേക്ക് നോക്കിക്കൊണ്ട് സങ്കടപ്പെടുന്നവൻ ആര് മാത്രമാണ്? ഇബ്ലീസ് മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ അറഫയിൽ നമ്മൾ വൈകുന്നേരത്തോട് അടുക്കുകയാണ്. വൈകുന്നേരം പോകുമ്പോൾ ഉസ്താദ്മാർ നിങ്ങളോട് പറയും ഇൻഷാ അല്ലാഹ് മഗ്രിബിന് ബാങ്ക് കൊടുക്കാൻ പോകാണ്, മഗ്രിബ് നിസ്കാരത്തെ ഇശായിലേക്ക് പിന്തിച്ച് ജമാക്കുന്നു എന്ന് നിങ്ങൾ കരുതുക. ഹബീബാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് മസ്ജിദ് നിസ്കരിച്ചത് മുസ്ദലിഫയിൽ വെച്ചുകൊണ്ടാണ്. അവിടെ വെച്ചുകൊണ്ട് നമസ്കരിക്കാമെന്ന് പറഞ്ഞാൽ അത് മനസ്സാവാച കർമ്മണ നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ. ആ പോകുന്ന സമയത്ത് കൊണ്ടുവന്ന ബാഗ് മറക്കാൻ പാടില്ല, നിങ്ങൾ കയ്യിലുള്ള സാധനം മറക്കാൻ പാടില്ല, നിങ്ങൾ പൈസ മറക്കാൻ പാടില്ല. എല്ലാം കൃത്യമായി കൊണ്ട് തന്നെ സൂക്ഷ്മതയോടുകൂടെ ശ്രദ്ധിച്ചുകൊണ്ട് മഗ്രിബിന് സമയമാകുമ്പോൾ നമ്മൾ പരിശുദ്ധമായ മുസ്ദലിഫിലേക്ക് നമ്മൾ പോകാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ മുസ്ദലിഫിലേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? വളരെ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം അതൊരു വലിയൊരു യാത്രയാണ്. ഈ ഒരു ദിവസത്തെ യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ വിഷമം പിടിച്ചുള്ള യാത്രയാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, അറഫയിൽ നിന്നുകൊണ്ട് മുസ്ദലിഫിലേക്കുള്ള യാത്ര എന്ന് പറയുമ്പോൾ അത് വലിയ പ്രയാസമാണ്. കാരണം ഒരു പക്ഷേ 6-7 മണിക്കൂർ ബസ്സിലിരിക്കേണ്ടി വരും, അല്ലെങ്കിൽ 10 മണിക്കൂർ ഇരിക്കേണ്ടി വരും, അല്ലെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയം ഇരിക്കേണ്ടി വരും. ഏതായിരുന്നാലും പോകുന്ന സമയത്ത് ബാത്റൂമിലൊക്കെ പോയി ഒതോടുകൂടെ പരമാവധി വെള്ളം കാര്യങ്ങളൊക്കെ നമ്മളെ കയ്യിൽ ശേഖരിച്ചു കൊണ്ടാണ് മുസ്ദലിഫയിലേക്ക് നമ്മൾ പോകുന്നത്. ഈ മുസ്ദലിഫയിലെ രാപ്പാർക്കുക എന്നത് അർദ്ധരാത്രിക്ക് ശേഷമാണ്. അത്
പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ വാജിബാത്തിൽപ്പെട്ടതാണ്, ഫറദിൽപ്പെട്ടതല്ല. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ 5 കാര്യങ്ങൾ ഫറലും 5 കാര്യങ്ങൾ ഷർത്ത് അഥവാ വാജിബാത്തുമാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മുസ്ദലിഫിലെ രാപ്പാർക്ക് ചെയ്യുന്നത്. അങ്ങനെ മുസ്ദലിഫയിൽ നിന്നുകൊണ്ട് നമ്മളവിടെ രാത്രി എത്തിക്കഴിഞ്ഞാൽ അവിടെ താമസിക്കുന്നു. ബാത്റൂമും സൗകര്യങ്ങളൊക്കെ ധാരാളം ഉണ്ടാകും. ഉസ്താദന്മാർ പല ഭാഗത്തായിരിക്കും. ഫോണിലൂടെ അവരുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും ഒരേ സ്ഥലത്തേക്ക് എത്തിച്ചേരാനുള്ള ഏർപ്പാടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. പക്ഷെ അതിന് സൗകര്യപ്പെട്ടില്ല എങ്കിൽ ഓരോ ഉസ്താദന്മാരും അവർ കൂടുതലുള്ള ആളുകളെ കൊണ്ടുപോവുകയാണ് ചെയ്യാറുള്ളത്. ഈ സമയത്ത് വളരെ ശ്രദ്ധിക്കണം. ഈ മുസ്ദലിഫയിൽ രാത്രി താമസിക്കുന്ന സമയത്ത് അവിടെ വെച്ചുകൊണ്ട് റബ്ബിനോട് ദുആ ചെയ്യണം. ഫൈദാ ഫൽതും മിൻ അറഫാത്തിൻ ഫദ്കുറുല്ലാഹ ഇൻദൽ മശ്അരിൽ ഹറാം. മശ്അറുൽ ഹറാമാകുന്ന മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കണം, ദിക്ർ ചെല്ലണമെന്ന് പറഞ്ഞ പരിശുദ്ധമായ ഖുർആനിൻ്റെ വാക്യം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അവിടെ വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് കരഞ്ഞ് പറഞ്ഞ് നമ്മുടെ ദോഷങ്ങളിലേക്കും പൊറിപ്പിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അങ്ങനെ ഇൻഷാ അല്ലാഹ് അവിടെ ചെന്ന് മഗ്‌രിബ് നിസ്കരിക്കുന്നു, ഇശ നിസ്കരിക്കുന്നു. അതിൻ്റെ ശേഷം നമുക്ക് നാളെ രാവിലേക്കുള്ള എറിയാനുള്ള കല്ലുകൾ അവിടെ വെച്ചുകൊണ്ട് നമ്മൾ ശേഖരിക്കുന്നു. എവിടെത്തി നമ്മൾ? എവിടെയുള്ളത്? സഫയിൽ അല്ലേ? ആദ്യം നമ്മൾ മക്കയിൽ നിന്ന് പുറപ്പെട്ട് മിനായിലെത്തി. മിനായിൽ നിന്ന് എവിടെത്തി? നമ്മൾ അറഫയിലെത്തി. അറഫയിൽ നിന്ന് എവിടെത്തി? മുസ്ദലിഫയിലെത്തി. കഴിഞ്ഞ വർഷം കല്ലൊക്കെ ഒരു കിറ്റായിട്ട് മനസ്സിലായി, അങ്ങനല്ലേ? കല്ല് കഴിഞ്ഞ വർഷം സാധാരണ അങ്ങനെ തരാറില്ല. കഴിഞ്ഞ പ്രാവശ്യം പോലെ കുറച്ച് ആളുകളായതുകൊണ്ട് കല്ല് ചെയ്തിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. കുറച്ച് കുട്ടികളേ. അപ്പോൾ അങ്ങനെ പരിഗണിച്ചാൽ ഈ വർഷം നമ്മളൊരുപാട് ആളുകളുണ്ട്. അപ്പോൾ കല്ല് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇല്ലെങ്കിൽ എന്ത് വേണ്ടി വരും? കല്ലുകൾ എവിടെ നിന്ന് പറക്കണം? ഈ മുസ്ദലിഫ് വെച്ചുകൊണ്ട് പറക്കണം അല്ലേ? അപ്പോൾ നമ്മളെന്താണ്, ദുൽഹിജ്ജ മാസം 9 അന്ന് അഥവാ അറഫ ദിവസം, ഞാൻ പറഞ്ഞല്ലോ 8 അന്ന് യൗമു തർവിയ എന്ന് പറയും. 9 ദിവസത്തിൻ്റെ പേരെന്താണ്? യൗമു അറഫ അല്ലേ? നമ്മളൊക്കെ അറഫ നോമ്പ് നോൽക്കാറില്ലേ? കഴിഞ്ഞ വർഷം അൽഹംദുലില്ലാ അറഫ നോമ്പ് നമ്മൾ നോറ്റു. ഏറെ കാലങ്ങൾക്ക് ശേഷമാണ് അറഫ നോമ്പ് നോറ്റത്. ഹാജിമാർക്ക് അറഫ നോമ്പ് നോൽക്കരുന്നില്ല, സുന്നത്തില്ല. ഹാജിമാരല്ലാത്ത ആളുകൾക്ക് എന്ത് വേണം? അറഫ നോമ്പ് നോൽക്കണം. നമ്മൾ ഒരുപാട് ഉമ്മമാരൊക്കെ നോറ്റവരാണ്. ഏതാവട്ടെ ആ ദിവസത്തിൻ്റെ പേരെന്താണ്? യൗമു അറഫ. അങ്ങനെ നമ്മൾ അറഫയിൽ നിന്ന് പുറപ്പെട്ട് മുസ്ദലിഫയിലെത്തി. ഇനി നമ്മളെന്ത് വേണം? പ്രധാനമായിട്ടും പെരുന്നാൾ ദിവസത്തെ യൗമുൻ നഹർ ആകുന്ന ആ ദിവസത്തെ ജംറ എറിയാനുള്ള 7 കല്ലുകളെങ്കിലും പൊറുക്കണം. അതുപോലെ തിരിഞ്ഞല്ലോ. ഇപ്പം നമ്മൾ എവിടെയുള്ളത്? മുസ്ദലിഫയിലുണ്ട്. ഈ മുസ്ദലിഫ എന്ന് പറയുന്നത് ജംഗ്ഷനാണ്. അന്നത്തെ ദിവസം 9 രാത്രി, ആ രാത്രി കഴിഞ്ഞ് 10 നമ്മൾ കടക്കാൻ, അതായത് പെരുന്നാൾ ദിവസത്തിലേക്ക് യൗമുൻ നഹർ എന്നാണ് പറയൽ. മനസ്സിലായല്ലോ? ആ ദിവസത്തിലേക്ക് നമ്മൾ കടന്ന് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് നേരത്തെ റഷീദാജി പറഞ്ഞ പോലെ കൊടിയൊക്കെ പിടിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങോട്ട് പോവാണ്, മിനായിലേക്ക് പോകാൻ. ഈ പോകുന്ന സമയത്ത് നമുക്ക് മിനിമം 7 കല്ലെങ്കിലും പൊറുക്കണം. അന്ന് അതായത് യൗമുൻ നഹർ ആകുന്ന 10 അന്ന് ഒരു ജംറ മാത്രമേ നമുക്ക് എറിയൽ നിർബന്ധമുള്ളൂ. ആ ജംറൻ്റെ പേരെന്താണ്? എന്താ പേര്? ജംറത്തുൽ അഖബ അല്ലേ? എറിയേണ്ട സ്ഥലം 3 ജംറകളാണ്. ഒന്നേതാണ്? ജംറത്തുൽ ഊല, പറയട്ടെ. 2 ജംറത്തുൽ വുസ്ത, 3 ജംറത്തുൽ അഖബ. മുസ്ദലിഫയിൽ നിന്ന് വരുമ്പോൾ ഏറ്റവും അവസാനത്തെ ജംറയാണ് ജംറത്തുൽ അഖബ എന്നുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വരിക നോക്കി നിങ്ങൾ. ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരികയാണെങ്കിൽ അത് മുസ്ദലിഫയാണ്. ഇങ്ങനെ വന്നിട്ട് നേരെ കാണുന്നത് ലാസ്റ്റാണ് എന്ത്? ജംറത്തുൽ അഖബ. മനസ്സിലാകുന്നുണ്ടോ? ഈ ജംറത്തുൽ അഖബ മാത്രമേ പെരുന്നാൾ ദിവസം എറിയേണ്ടതുള്ളൂ. മനസ്സിലായല്ലോ? പെരുന്നാൾ ദിവസം എറിയേണ്ട ഏതാണ്? രണ്ടാമത്തെ ദിവസമാകുന്ന അഥവാ പെരുന്നാൾ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ദുൽഹിജ്ജ മാസം എത്രയാണ്? 11 അതിൻ്റെ പേര് യൗമുൽ ഖർറി എന്നാണ്. 3-ാമത്തെ ദിവസം യൗമു നഫർ അവൽ, 4-ാമത്തെ ദിവസം നഫർ സാനി. ഇങ്ങനെ ഈ 3 ദിവസം പെരുന്നാൾ ദിവസത്തിൻ്റെ കൂടാതെ 11, 12, 13 ഈ ദിവസങ്ങൾ എറിയാനുള്ള കല്ലുകളും എവിടെ നിന്ന് എടുക്കലാണ് നല്ലത്? നമ്മൾ നേരത്തെ എടുത്ത പോലെ തന്നെ മുസ്ദലിഫിൽ വെച്ചുകൊണ്ട് എടുക്കലാണ് നല്ലത്. സ്ത്രീകളൊക്കെ മനസ്സിലാവുന്നുണ്ടോ? അജ്ജമ്മമാർക്ക് മനസ്സിലാവുന്നുണ്ടോ? നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജംറത്തുൽ അഖബ എറിയാനുള്ള 7 കല്ലുകൾ എടുക്കുമെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ 3 ദിവസം 3 ജംറകൾ എറിയണം. 11 അന്നെന്താണ്? 3 ജംറകൾ: ജംറത്തുൽ ഊല, ജംറത്തുൽ വുസ്ത, ജംറത്തുൽ അഖബ. അവ 7 കല്ലുകളെ കൊണ്ട് അനുസരിച്ച് എത്ര ഉണ്ടാകും?
എത്ര ഉണ്ടാകും? 14 + 7 21 അല്ലേ? അപ്പോൾ 21 എത്രയായി? 63ആയി അല്ലേ? പെരുന്നാൾ ദിവസം എറിയാനുള്ള 7 കല്ലും, അങ്ങനെ ടോട്ടൽ 70 കല്ലുകളും എവിടെ ചൂണ്ടെടുക്കലാണ് നല്ലത്? ഈ മുസ്ദലിഫിൽ വെച്ചുകൊണ്ടെടുക്കലാണ് നല്ലത്. ഐഡിയ കിട്ടിയോ? മുസ്ദലിഫിൽ വെച്ചുകൊണ്ട് 70 കല്ലും നിങ്ങൾക്ക് തരുന്ന ബാഗിൻ്റെ കൂട്ടത്തിൽ കല്ലിടാനുള്ള ഒരു കവറും കൂട്ടത്തിലുണ്ടാകും. പോരെ? പലരും ഇങ്ങനെ ആശങ്കപ്പെടുന്നു, എങ്ങനെ കല്ല് പെറുക്കുക, ഈ കല്ല് പെറുക്കിയാൽ തന്നെ ഇവിടെ ഇടുക എന്നുള്ള ആശങ്ക ഇങ്ങനെ ചില ഹജ്ജമ്മമാർക്കൊക്കെ ഉണ്ട്. ആ കല്ലിൻ്റെ അളവ് സാധാരണഗതിയിൽ പറയും നെല്ലിക്കൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു അളവുണ്ടായാൽ മതി. ഹലാക്കിൻ്റെ കല്ലൊന്നും പെറുക്കിയിട്ട് എന്ത് ചെയ്യരുത്, ബുദ്ധിമുട്ട് കൊണ്ടുപോകാൻ കഴിയൂല. മനസ്സിലായല്ലോ? സാധാരണ ഒരു കടല മണി നെല്ലിക്കൻ്റെ കുരുവൊക്കെ ഉണ്ടല്ലോ, അതേമാതിരി നെല്ലിക്കൻ്റെ കുരു പോലുള്ളൊരു കല്ല് മാത്രമേ പെറുക്കാവൂ. അല്ലാതെ വലിയ ഹലാക്കിൻ്റെ കല്ല് പെറുക്കിയിട്ട് എങ്ങോട്ട് പോകണ്ട, ഇനിക്ക് പോകണ്ട. മനസ്സിലായല്ലോ? ആരെങ്കിലും തലക്ക് കൊണ്ടാലും തൽക്കാലം ഒരു ചൊറിച്ചിൽ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ, വേദനാകാൻ പാടില്ല. മനസ്സിലായല്ലോ? ആ നിലയ്ക്കുള്ളൊരു കല്ലുമായിട്ട് എങ്ങോട്ട് പോകേണ്ടത്? അമിനയിലേക്ക് പോകണം. അപ്പോൾ മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് നമ്മൾ 70 കല്ലുകൾ പെറുക്കി സഹാറ തന്നിട്ടുള്ള ആ കവറിൽ നിക്ഷേപിച്ചുകൊണ്ട് ഈ കല്ലുകളുമായിക്കൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകുന്നു? മിനായിലേക്ക്. ഒരു പക്ഷേ നമ്മുടെ ഖൈമയിലേക്ക് നമ്മൾ പോകാൻ, നമ്മുടെ ഖൈമുണ്ട് അവിടെ അല്ലേ? ഈ ഖൈമയിലേക്ക്, ടെൻറ്റിലേക്ക് നമ്മൾ പോകാൻ അതിന് സൗകര്യപ്പെട്ടില്ല എങ്കിൽ നേരെ ജംറ. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം, മുമ്പത്തെ പ്രാവശ്യമൊക്കെ നേരെ ജംറയിലേക്കാണ് പോലീസ് വിട്ടത്. അപ്പം നിങ്ങളുടെ ചെറിയ ബാഗും തോളിലിട്ട് ഈ കല്ലുകളുമായിക്കൊണ്ട് നേരെ നടക്കാൻ ഏകദേശം ഒരു 6 കിലോമീറ്റർ അങ്ങോട്ട് 7 കിലോമീറ്റർ നടക്കണം. അജുമ്മമാരൊക്കെ തയ്യാറല്ലേ? അല്ലേ? ആ മക്കയിൽ എത്തിക്കഴിഞ്ഞാൽ, മദീനയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് ശരീരം നടക്കാൻ പറ്റുന്ന രൂപത്തിലാക്കി മാറ്റണം. ഒരെങ്ങനെ തൂങ്ങിയ വയറുമായിക്കൊണ്ട് നടക്കാൻ വല്ല പ്രയാസമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുക, അത്യാവശ്യം നല്ല ഉറക്കൊക്കെ ഉണ്ടാവണം. ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടായിരിക്കണം നടത്തൊന്ന് ശീലിക്കണം. അങ്ങനെ ഏകദേശം 6-7 കിലോമീറ്റർ ഒരു പക്ഷേ മുസ്ദലിഫയിൽ നിന്നുകൊണ്ട് പുറപ്പെട്ട് മിനയുടെ ഏകദേശം എൻ്റെ ആകുന്ന ആ ജംറത്തുൽ അഖബയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. മനസ്സിലായല്ലോ? അങ്ങനെ ആ ജംറത്തുൽ അഖബയിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാം ശ്രദ്ധിച്ചോളണം. ഈ ജംറത്തുൽ അഖബയിൽ നിന്നുകൊണ്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഈ 70 കല്ലിൽ നിന്ന് 7 കല്ലെടുത്തിട്ട് ഓരോ കല്ല് വീതം ജംറത്തുൽ അഖബയിൽ നമ്മൾ എറിയണം. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ പറയട്ടെ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് ഓരോ കല്ലുകളെ കൊണ്ട് എറിയണം. 7 കല്ലുകൾ ഒരുമിച്ചെടുത്തിട്ട് ഒരൊറ്റ ഏറ് എറി കഴിഞ്ഞാൽ ആ ഏറുണ്ടാവൂല, ശരിയാവൂല. അപ്പം നമ്മളെ ഹജ്ജും ശരിയാവൂല. അപ്പം എന്ത് വേണം? നമ്മുടെ കയ്യിലുള്ള, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഖൈമയിലേക്ക് പോകാതെ നേരെ ജംറയിലേക്കാണ് പോലീസ് വിടുന്നതെങ്കിൽ അപ്പം നമ്മുടെ കയ്യിലുള്ള 70 കല്ലുകളിൽ നിന്ന് 7 കല്ലുകൾ മാത്രം എടുത്ത് ഓരോ കല്ലുകളെ കൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? എറിയണം. മനസ്സിലായല്ലോ? സ്ത്രീകളാകുമ്പോൾ വല്ലാതെ കൈ പൊന്തിക്കാതെ. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഏറങ്ങോട്ട് എറിയുന്നതോട് കൂടെ, ഒന്നാമത്തെ ഏറങ്ങോട്ട് എറിയുന്നതോട് കൂടെ അതുവരെ മദീനയിൽ നിന്ന് കൊണ്ട് തുടങ്ങിയിട്ടുള്ള തൽബിയത്ത് ഈ ജംറൻ്റെ അവിടെ വെച്ചുകൊണ്ട് അവസാനിക്കണം. അല്ലേ? മദീനത്ത് നമ്മൾ തൽബിയത്ത് ചൊല്ലിയിട്ടുണ്ടല്ലോ, ആ തൽബിയത്ത് ഇതുവരെ തുടരാൻ. ആ തൽബിയത്തിൻ്റെ എൻ്റെ, ആ തൽബിയത്തിൻ്റെ അവസാനം എവിടെയാണ്? ഈ ജംറത്തുൽ അഖബയിൽ എറിയുന്നതോട് കൂടെ തൽക്കാലം തൽബിയത്ത് അങ്ങോട്ട് അവസാനിക്കണം. അതായത് ഹജ്ജിൻ്റെ തൽബിയത്ത് തീർന്നു എന്നർത്ഥം. നിങ്ങളിപ്പോൾ മിനി തന്നെ ഉള്ളത്, അതല്ല ഇവിടെ ഉള്ളത്, കോട്ടക്കലുള്ളത്, അല്ല നിങ്ങൾ മിനിയിലുള്ളത്? ഞാനിപ്പോൾ മിനിയിലാണുള്ളത്. അജ്മാർക്കാർ എവിടെ ഉള്ളത്? മിനി തന്നെ അല്ലേ? അതാ മുസ്ദലിഫിലാണോ? ഞാനേതായാലും ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, ജംറൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്, ഞങ്ങൾ ഉസ്താദന്മാരൊക്കെ എത്തിയിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ കൂടെ പോന്നാൽ മതി. അപ്പോൾ 7 കല്ലുകളെ കൊണ്ട് ജംറത്തുൽ അഖബ നമ്മൾ എറിഞ്ഞു അല്ലേ? അത് കഴിഞ്ഞിട്ട് നമുക്ക് തൽബിയത്തൊക്കെ ഒഴിവാക്കി തക്ബീറൊക്കെ ചൊല്ലിക്കൊണ്ട് പോരാ. കാരണം അന്നത്തെ ദിവസം ഏതാണ്? പെരുന്നാൾ ദിവസമാണ് അല്ലേ? യൗമുൻ നഹർ. 2024 നല്ല ബീഫും നെയ്ച്ചോറൊക്കെ അവിടെ നമ്മൾ എത്തിയപ്പോഴേക്കും ഖൈമയിലുണ്ടായിരുന്നു. ഇപ്രാവശ്യത്തെ ഖൈമയിൽ അവർ ഗവൺമെൻറ്റിൻ്റെ പിന്നെ നല്ല ഭക്ഷണമായതുകൊണ്ട് ചിലപ്പോൾ നമ്മളെ നെയ്ച്ചോറും പോത്തിറച്ചിയും കിട്ടിക്കൊണ്ടെന്നില്ല, ചിലപ്പോൾ ഒട്ടകമായിരിക്കും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീൻ ചൊല്ലിക്കോളി, മടിക്കണ്ട. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു? ഇൻഷാ അള്ളാഹ് നമ്മൾ ഏറെല്ലാം കഴിഞ്ഞ് ബാക്കി 63 കല്ല് നമ്മുടെ ബാഗിലുണ്ട്. ഈ കല്ലൊക്കെ എടുത്ത് നമ്മൾ തിരിഞ്ഞു പോരാണ്. പോരുന്ന സമയത്ത് നമ്മുടെ അടുത്ത് തന്നെ അവിടെ എന്തുണ്ടാകും? പിന്നെ ബാർബർ ഷോപ്പ് ഉണ്ടാകും. ഈ ബാർബർ ഷോപ്പിൽ കയറിയിട്ട് പുരുഷന്മാരൊക്കെ മുടി അങ്ങോട്ട് കടഞ്ഞാൽ
മദീനയിൽ നിന്നുകൊണ്ട് മാറ്റിയ ആ ഇഹ്റാമിന് ഡ്രസ്സ് ഒഴിവാക്കി നല്ല പുതിയ ഡ്രസ്സ് എടുത്തുകൊണ്ട് ഇഹ്റാമിൽ നിന്നുകൊണ്ട് ഭാഗികമായിക്കൊണ്ട് നമുക്ക് ഒഴിവാക്കാം. അസീക്ക മനസ്സിലായോ? എന്താ മനസ്സിലായത്? നമ്മളിപ്പോൾ തെൽബിയത്ത് മദീനയിൽ നിന്ന് തുടങ്ങിയ തെൽബിയത്താണ് ഹജ്ജിൻ്റെ തെൽബിയത്ത് അല്ലേ? ഇവിടെ വെച്ചുകൊണ്ട് കോഴിക്കോട് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് തെൽബിയത്താണ് തുടങ്ങിയത്? ഉംറയുടെ തെൽബിയത്തല്ലേ? ഇപ്പം നമ്മൾ മദീനയിൽ വെച്ചുകൊണ്ട് നമ്മൾ ചൊല്ലിയ തെൽബിയത്ത് അതേതാണ്? ഹജ്ജിൻ്റെ തെൽബിയത്താണ്. ആ ഹജ്ജിൻ്റെ തെൽബിയത്ത് പെരുന്നാൾ ദിവസം യൗമുൻ നഹറിൻ്റെ ആ ദിവസം ആ ജംറത്തുൽ അഖബ എറിയാൻ തുടങ്ങിയതോട് കൂടെ അതിനൊക്കെ അവസാനമായി ഇനി നമ്മൾ എങ്ങോട്ട് പോവുകയാണ്? ഹൈമയിലേക്ക് പോവുകയാണ്. ആ പോകുന്ന വഴിയിൽ എന്തുണ്ട്? ഇഷ്ടംപോലെ ബാർബർ ഷാപ്പുണ്ട്. അവിടെ ചിലപ്പോൾ 50 റിയാൽ കൊടുക്കേണ്ടി വരും, ചിലപ്പോൾ 10 റിയാൽ കൊടുത്താലും മുടി കളഞ്ഞു തരും. ഏതായിരുന്നാലും ആ മുടി കളയുന്നതോട് കൂടെ നമ്മളെന്ത് ചെയ്യുന്നു? ഇഹ്റാമിൽ നിന്നുകൊണ്ട് ഭാഗികമായിക്കൊണ്ട് ഒഴിവാക്കും. അതായത് നമുക്ക് ഡ്രസ്സ് ധരിക്കാം, എണ്ണ ഉപയോഗിക്കാം, സോപ്പ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ സ്പ്രേ ഉപയോഗിക്കാം. ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഭാര്യ ഭർത്ത ബന്ധം ഒഴിച്ചുള്ള ബാക്കിയുള്ള സംഗതികളൊക്കെ ഏറെക്കുറെ നമുക്ക് ചെയ്യാവുന്നതാണ്. തിരിയുന്നുണ്ടോ? മനസ്സിലായില്ലേ? സ്ത്രീകൾ എന്ത് ചെയ്യുന്നു? സ്ത്രീകൾക്ക് അവിടെ പ്രത്യേക ബാർബർ ഷാപ്പൊന്നുമില്ല. ഞങ്ങനെ അജുമ്മമാർ നമ്മളെ മുടി കളയാൻ പറ്റാറ്? മുടി കളയാൻ പാടില്ലല്ലോ അവർക്ക്. അവർ ഹൈമയിൽ ചെന്നിട്ട് ടെൻറ്റിൽ ചെന്നിട്ട് എന്ത് ചെയ്യണം? അവർ ബേക്കിലേക്ക് മുടി ഇങ്ങനെ കൂട്ടിപ്പൊടിച്ച് ചെറിയൊരു കട്ടിങ് നടത്തി കഴിഞ്ഞാൽ അവരും എന്തായിത്തീരുന്നു? ഇഹ്റാമിൽ നിന്ന് ഭാഗ്യമായിട്ട് ഒഴിവാക്കും. പിന്നെന്ത് ചെയ്യാം? അവർക്കും സോപ്പ് ഉപയോഗിക്കാം, അവർക്കെന്ത് ചെയ്യാം? എണ്ണ ഉപയോഗിക്കാം, അവർക്ക് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. നേരത്തെ ഞാൻ പറഞ്ഞ ആ സംഗതി ഒഴിച്ചുള്ള ബാക്കി മിക്ക സംഗതികൾക്കുന്നുണ്ട് അനുവാദമുണ്ട്. തിരിഞ്ഞല്ലോ? ഇപ്പോൾ പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ പ്രധാനപ്പെട്ട അറഫ കഴിഞ്ഞു, അതുപോലെ തന്നെ മുടി വെട്ടലും കഴിഞ്ഞു. ഇനി ബാക്കി എത്ര ഫർളുണ്ട്? ബാക്കി എത്ര ഫർളുണ്ട്? 2 ഫർളല്ലേ? തവാഫുണ്ട്, സയ്യുണ്ട്. ഇഹ്റാം നേരത്തെ നമ്മൾ കഴിഞ്ഞല്ലോ. എവിടുന്ന് കഴിഞ്ഞു? മദീന വെച്ചുകൊണ്ട് ഇഹ്റാം കഴിഞ്ഞു. അതേപോലെ തന്നെ അറഫയും കഴിഞ്ഞു. മൂന്നാമതായിക്കൊണ്ട് മുടി വെട്ടലും കഴിഞ്ഞു. 5 ഫർളുകളിൽ നിന്ന് 3 ഫർളുകളും കഴിഞ്ഞു. അതേപോലെ 2 ഫർളുകൾ ബാക്കിയുണ്ട്. 2 ഫർള് ഏതാണ്? തവാഫും സയ്യും. പറഞ്ഞല്ലോ? ഇതിപ്പോൾ ഒരു ചെറിയ നമ്മൾ സാധാരണ ചെയ്യുന്ന രൂപമാണ് പറഞ്ഞത്. ഇനി മുസ്ദലിഫയിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് മക്കയിലേക്ക് പോകണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട്. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുന്ന പല രീതിയിലും ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. അതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കാരണം നമ്മൾ സാധാരണ ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. എല്ലാം കൂടി പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് പല രീതിയിലും 3-4 രൂപത്തിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. അതേപോലെ തന്നെ ഈ മുസ്ദലിഫയിൽ നിന്നുകൊണ്ട് നമുക്ക് മക്കയിലേക്ക് പോയിട്ട് തവാഫും സയ്യും മുടി കളൻ കഴിഞ്ഞിട്ട് മിനായിലേക്ക് വരാം. അതൊരു ജംഗ്ഷനാണ്. പക്ഷെ അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ സഹാറ ചെയ്യുന്ന നമ്മളെ ഗ്രൂപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല ഒരു സൗകര്യമുള്ള രീതിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ എവിടെ എത്തി? ഹൈമയിലേക്ക് നമ്മളെത്തി അല്ലേ? അപ്പോൾ ദുൽഹിജ്ജ മാസം 10-ൻ്റെ അന്നാണ്. അന്ന് രാത്രി അവിടെ താമസിക്കൽ നിർബന്ധമാണ്. അന്ന് രാത്രി അവിടെ താമസിക്കൽ നിർബന്ധമാണ്. 11-ൻ്റെ അന്ന് നമ്മളെ കയ്യിൽ ഇപ്പോൾ കല്ല് എത്ര ബാക്കിയുണ്ട്? എത്ര കല്ല് ബാക്കിയുണ്ട്? 63 കല്ല് നമ്മുടെ കയ്യിൽ ബാക്കിയുണ്ട് അല്ലേ? ദുൽഹിജ്ജ മാസം 10-ന് രാത്രി അവിടെ താമസിക്കുന്നു. 11-ന് എന്താണ്? ളുഹൂർ നിസ്കാരത്തോടു കൂടെ ളുഹൂർ നിസ്കാരത്തിൻ്റെ ശേഷം 3 ജംറകളും എറിയാനുള്ള സമയം കടക്കുകയാണ്. ഏതൊക്കെ 3 ജംറ? ജംറത്തുൽ ഊലയും ജംറത്തുൽ വുസ്തയും ജംറത്തുൽ അഖബയും. അതിന് സമയം എപ്പോഴാണ് വരുന്നത്? ളുഹൂറിന് ശേഷം, ളുഹൂറോട് കൂടെ വരുന്നു. പെരുന്നാൾ ദിവസത്തെ ഏറുന്നാണ് അർദ്ധരാത്രിക്ക് ശേഷം എറിയാം. മുസ്ദലിഫയിൽ രാപ്പാർക്കുന്നു. അത് വന്നിട്ട് ആ കുറച്ച് സമയം അവിടെ നിന്ന് ശേഷം എന്ത് ചെയ്യുക? എറിയാം. ഇനി മുസ്ദലിഫൊക്കെ ഒരാൾ പോകാതെ തന്നെ ഒരു ഫിദിയ കൊടുത്തിട്ട് നേരെ ജംറ വന്നിട്ട് അങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മൾ സാധാരണ മുസ്ദലിഫയിൽ രാപ്പാർത്ത് സുബഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം വന്ന് ജംറ എറിയുന്നു, തഹല്ലുലാകുന്നു, വീണ്ടും 10-ന് അവിടെ താമസിക്കുന്നു. 11-ൻ്റെ അന്ന് ഉച്ചയ്ക്ക് ശേഷം അത് ഉസ്താദുമാർ തീരുമാനിക്കുക എപ്പോഴാണ് പോകേണ്ടത്. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രാത്രി പോയിട്ട് എറിയും, ഒരു പ്രശ്നമില്ല. ചിലപ്പോൾ എന്ത് ചെയ്യും? വൈകിട്ട് അസർസ്കാരം കഴിഞ്ഞിട്ട് പോകും, ഒരു പ്രശ്നമില്ല. കാരണം ളുഹൂർ മുതൽക്കല്ലേ തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ആ ളുഹൂറിന് ശേഷം എന്താണ്? ജംറത്തുൽ ഊല 7 കല്ലുകളെ കൊണ്ടെറിയും, അവിടെ ദ്വാരക്കും. അതേപോലെ തന്നെ രണ്ടാമത്തെ ജംറയാകും ജംറത്തുൽ ഉസ്താൻ അവിടെ 7 കല്ലുകളെ കൊണ്ടെറിയും, അവിടെ നിന്നും ദ്വാരക്കും. മൂന്നാമത്തെ ജംറയാകും ജംറത്തുൽ അഖബ ഏറി കഴിഞ്ഞ് 3 കല്ലുകൾ കൊണ്ട് എറിഞ്ഞ് വേഗം തിരിച്ചു പോരും. അവിടെ പ്രാർത്ഥന ഒന്നുമില്ല. മനസ്സിലായല്ലോ? അങ്ങനെ 3 ജംറകളും 11-ന് അന്ന് നമ്മൾ എറിയുന്നു.
അപ്പോൾ കല്ല് എത്ര ബാക്കിയുണ്ടാവും? പിന്നെ 21 കല്ല് പിന്നെയും പോയില്ലേ. ഇനി അന്നും രാത്രി അവിടെ താമസിക്കുന്നു, നിർബന്ധമാണ്. താമസിക്കാഞ്ഞാൽ പിന്നെ അറിവ് നിർബന്ധമാകും, ഫിദിയ നിർബന്ധമാകും. അന്നും അവിടെ താമസിച്ച് ഇൻഷാ അല്ലാഹ് നമ്മൾ പിറ്റേന്ന് ഉച്ചക്ക്, ആ ഉച്ചക്ക് എന്ത് ചെയ്യുന്നു? വീണ്ടും നമ്മൾ 3 ജംറകൾ എറിയുന്നു. ഈ ഒരു ദിവസം അഥവാ 12 അന്ന് യൗമു നഫർ എന്ന് പറയും. അന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എല്ലാ ഏറുകളും നിർത്തിയിട്ട് ഈ 3 ജംറകൾ എറിഞ്ഞ് നേരെ വേണമെങ്കിൽ നമുക്ക് മഗ്‌രിബിന് മുമ്പായിട്ട് നമ്മളെ ഹോട്ടലിലേക്ക് വരാം, അഥവാ അസീസിലേക്ക് വരാം. എല്ലാം മനസ്സിലാവുന്നുണ്ടോ? മിനി തന്നെയുള്ളത് അല്ലേ? ഇവിടെ അല്ലല്ലോ, മിനി തന്നെയുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ദുൽഹിജ്ജ മാസം 11 അന്ന് നമ്മൾ 3 ജംറകൾ എറിഞ്ഞു, താമസിക്കുന്നു. അപ്പോൾ 63 കല്ലിൽ നിന്ന് 21 കല്ല് ഫിനിഷായി. രണ്ടാമത്തെ ദിവസമാകുന്ന ദുൽഹിജ്ജ മാസം 12 അഥവാ യൗമു നഫർ അവൽ നമുക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല ചെറിയ ഇളവ് നൽകിയിട്ടുണ്ട്. ഈ 12 അന്ന് 3 ജംറകളും എറിഞ്ഞ് മഗ്‌രിബിന് മുമ്പായിട്ട് മിനയോട് സലാം പറഞ്ഞ് മിനയിൽ നിന്നിങ്ങോട്ട് മക്കയിലേക്ക് പോയി കഴിഞ്ഞാൽ തൽക്കാലം 13 അന്ന് എറിയാതെ തന്നെ ഹജ്ജിൻ്റെ അമലുകൾ പൂർത്തീകരിക്കാം എന്നുള്ള ഡിസ്കൗണ്ട് ആര് നൽകിയിട്ടുണ്ട്? അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ഇത് ഖുർആനിലെ നേരെ നസ്സാണ്. അതല്ല, 12 അന്ന് നമ്മൾ എറിഞ്ഞ് അന്ന് രാത്രിയും കൂടി അവിടെ താമസിച്ചു, എന്നിട്ട് 13 അന്നത്തെ 3-ാമത്തെ ദിവസം 3 ജംറകളും ഉച്ചയ്ക്ക് ശേഷം എറിഞ്ഞിട്ട് നമുക്ക് റൂമിലേക്ക് വരാം. ഇതാണ് ഏറ്റവും നല്ല പൂർണ്ണമായിട്ടുള്ള രൂപം. മനസ്സിലാവുന്നുണ്ടോ? അജ്മമാരിങ്ങനെ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇപ്പോൾ എവിടെത്തി? മിനായിൽ നിന്ന് നമ്മൾ അസീസിലേക്ക് നമ്മൾ പോകുന്ന വഴിയിലാണ്. അങ്ങനെ അസീസിലെത്തിക്കഴിഞ്ഞാൽ അവിടെ ഹോട്ടലിൽ നമ്മൾ താമസിച്ച സൗകര്യങ്ങളുള്ള ആ ഹോട്ടലിൽ നമ്മൾ താമസിക്കും. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുന്നു? നമുക്ക് തവാഫ് പൂർത്തീകരിക്കേണ്ടതുണ്ട്. കാരണം ജൂൺ 1 നാട്ടിലേക്ക് വരുന്നവരുണ്ട്, സഅയ് പൂർത്തീകരിക്കേണ്ടതുണ്ട്, വിടവാങ്ങൽ തവാഫ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനി അതിൻ്റെ കൂടെ ഒന്നുകൂടി പറയട്ടെ. ഇപ്പോൾ ദുൽഹിജ്ജ മാസം 10 അന്ന് രാത്രി മിനയിൽ നമ്മൾ താമസിച്ചു, ഏറെല്ലാം കഴിഞ്ഞ് 11 അന്ന് ദൂറിന് ശേഷം 3 ജംറകൾ എറിഞ്ഞു അല്ലേ? അപ്പോൾ രാവിലെ നമുക്ക് ഫ്രീ ആണ്. അതായത് 11 അന്ന് യൗമുൽ ഖർറിൻ്റെ അന്ന് രാവിലെ നമുക്ക് ഫ്രീ ആണ്. കാര്യമായിട്ടുള്ള ഇബാദത്തിലെ സമയം എപ്പോഴാണ് വരുന്നത്? ദൂരദേശമല്ലേ വരുന്നത്. ഈ രാവിലെ കുറച്ച് ആളുകൾ റമാലുസ്സാവൊക്കെ ഉണ്ടാവും, നമ്മൾ നാസറുസ്സൊക്കെ ഉണ്ടാവും. ചില ആളുകൾ തന്നെ അറിവിൻ്റെ കാര്യം നമ്മൾ തർത്തീബാക്കിയത്. അപ്പോൾ ഉസ്താദന്മാരെ കൂടെ എന്ത് ചെയ്യും? കുറച്ച് ആളുകൾ പോകും. അതല്ല, നമ്മുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാരൊക്കെ ഉള്ളത് കൊണ്ട് ഒരു മെൻസസിൻ്റെ പ്രശ്നങ്ങളൊക്കെ വരികയാണെങ്കിൽ ഈ 11 അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യും? തവാഫ് ചെയ്യിപ്പിക്കാൻ വേണ്ടി സ്ത്രീകളെ കൊണ്ടുപോകാറുണ്ട്. അതിനെത്ര ചിലവ് നിങ്ങൾ എടുത്താൽ മതി അല്ലേ? അതിന് കൊടുക്കേണ്ട ടാക്സിൻ്റെ പൈസ ആരും മുടക്കിയാൽ മതി, പോകുന്നവരും മുടക്കിയാൽ മതി. അപ്പം അങ്ങനെ തവാഫും സഅയും അതിൻ്റെ ഇടയിൽ ചെയ്യിപ്പിക്കാറുണ്ട്. അതല്ല, എല്ലാവർക്കും ഒരു പ്രശ്നവുമില്ല, നമുക്ക് ഹജ്ജിൻ്റെ അമലുകളൊക്കെയും പൂർത്തീകരിച്ചതിന് ശേഷം തവാഫും സഅയും ചെയ്താൽ മതി എന്നെല്ലാവരും പറയുകയാണെങ്കിൽ 12 ശേഷം അല്ലെങ്കിൽ 13 ശേഷം ഇൻഷാ അല്ലാഹ് കമ്പനി തന്നെ സഹാറ ട്രാവൽസ് തന്നെ ബസ് ഏൽപ്പിച്ചിട്ട് നമുക്ക് തവാഫും സഅയും ഓരോ ഉസ്താദന്മാരുടെ നേതൃത്വത്തിൽ ചെയ്യാൻ പറ്റും. അത് ഇൻഷാ അല്ലാഹ് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. മനസ്സിലായല്ലോ? ഇതാണ് പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് എന്ന് പറയുന്നത്. ഞാൻ വളരെ ചുരുക്കിയിട്ട് വളരെ സിമ്പിളായിട്ട് മാത്രമേ പറഞ്ഞുള്ളൂ. അത് ഓരോ അമലുകളെക്കുറിച്ചും ധാരാളം പറയാനുണ്ട്, അതിലേക്കൊന്നും കടന്നിട്ടില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, ഒന്നും കൂടി പറഞ്ഞാൽ, ഷോർട്ടാക്കി പറഞ്ഞാൽ, ദുൽഹിജ്ജ മാസം 5 അന്ന് മദീനയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു അല്ലേ? അത് ഹജ്ജിന് ഇഹ്റാം ചെയ്യുന്നു. ഹജ്ജിന് ഇഹ്റാം ചെയ്തുകൊണ്ട് നമ്മൾ എങ്ങോട്ട് വരുന്നു? തൽബിയത്തൊക്കെ ചൊല്ലി പരിശുദ്ധമായ മക്കയിലേക്ക് നമ്മൾ വരുന്നു. അസീസിയയിൽ നമ്മൾ ഹോട്ടലിൽ നമ്മൾ താമസിക്കുന്നു. അങ്ങനെ ദുൽഹിജ്ജ മാസം 7 അന്ന് രാത്രി അല്ലെങ്കിൽ 8 അന്ന് രാവിലെ നമ്മൾ എങ്ങോട്ട് പോകുന്നു? മിനായിലേക്ക് പോകുന്നു. മിനായിലേക്ക് പോകുമ്പോൾ ഇന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കയ്യിൽ വെക്കണം എന്ന് നിങ്ങളോട് പറയും. ആ ഒരു വേഗം മാത്രമേ പാടുള്ളൂ. നിങ്ങൾക്ക് നൽകുന്ന 3 വേഗം നിങ്ങൾ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അങ്ങനെ യൗമു തർവിയ എന്ന് പറയുന്ന 8 അന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? മിനായിലേക്ക് എത്തിച്ചേരുന്നു. നമുക്ക് നൽകപ്പെട്ട സൗകര്യമുള്ള ആ ടെൻറ്റിൽ നമ്മളൊക്കെയും താമസിക്കുന്നു. സ്ത്രീകൾ വേറെ, പുരുഷന്മാർ വേറെ. എങ്ങനെ സൗകര്യമുണ്ടെങ്കിലും ഒരാളെ കാലും കൈയൊക്കെ പരസ്പര മേത്തൊക്കെ തട്ടും. അതൊക്കെ തൽക്കാലം പൊരുത്തപ്പെടുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അങ്ങനെ അന്ന് രാത്രി നമ്മളവിടെ താമസിക്കുന്നു. ചിലപ്പോൾ സുബീൻ്റെ മുമ്പായിട്ട് ദുൽഹിജ്ജ മാസം അറഫ ദിനത്തിൻ്റെ ആ രാത്രി, അതായത് ദുൽഹിജ്ജ മാസം 9 ആ പുലർച്ചെ സമയം എന്താണ്? നിങ്ങൾ പോകണം, അറഫയിലേക്ക് പോകാൻ നിങ്ങൾക്ക് വാഹനം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെയും
ഒരു നിരക്കുള്ള ആശങ്കയും ഇല്ലാതെ നമ്മൾ അറഫയിലേക്ക് പോകുന്നു. അങ്ങനെ പകലിൽ നമ്മൾ ദുഹറിന് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ ഒന്നു എടുത്തുകൊണ്ട് ഫ്രഷ് ആയിക്കൊണ്ട് നമ്മൾ ദുഹറിന് ശേഷമുള്ള അറഫയുടെ ഏറ്റവും നല്ല സമയത്തിലേക്ക് നല്ല ബഹുമാനത്തോടുകൂടെ കടക്കാൻ. അങ്ങനെ ദുൽഹിജ്ജ മാസം 9 അന്ന് യൗമു അറഫൻ്റെ അന്ന് അവിടെ ദുഹറോട് കൂടെ ഇബാദത്തുകൾ ചെയ്ത് ദുഹറും അസറും അവിടെ ജമ്മാക്കി നമസ്കരിച്ചുകൊണ്ട് മഗ്രിബിന് സമയത്ത് നമ്മൾ എങ്ങോട്ട് പോകുന്നു? മുസ്ദലിഫയിലേക്ക് പോകുന്നു അല്ലേ? അങ്ങനെ മുസ്ദലിഫയിൽ ചെന്ന് അവിടെ ഒഴിവുള്ള സ്ഥലത്ത് നമ്മുടെ ബസ് എവിടെയാണോ നിർത്തിയെങ്കിൽ അവിടെ നമ്മൾ ഇറങ്ങി അവിടെ നിസ്കരിക്കുന്നു, മഗ്രിബ് നിസ്കരിക്കുന്നു, യശ നിസ്കരിക്കുന്നു, തൽബിയത്ത് ചൊല്ലുന്നു, ദിക്ർ ചൊല്ലുന്നു, എല്ലാം ചെയ്യുന്നു. അത് കഴിഞ്ഞ് നമ്മൾ കല്ല് പെറുക്കുന്നു. എത്ര കല്ല് പെറുക്കുന്നു പറഞ്ഞാൽ നമ്മൾ മിനിമം 7 കല്ല് അല്ലെങ്കിൽ 70 കല്ല്. ഈ 70 കല്ലും നമ്മൾ പിറക്കി അവിടെ തൽക്കാലം ഒന്ന് റെസ്റ്റ് എടുക്കുന്നു, വിശ്രമിക്കുന്നു, ഉറങ്ങുന്നു, നമ്മൾ അവിടെ ഇബാദത്തുകൾ ചെയ്യുന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് പെരുന്നാൾ ദിവസമാണ്, വലിയ പെരുന്നാളിൻ്റെ ദിവസമാണ്. അന്ന് സുബഹിസ്കാരം കഴിഞ്ഞതിന് ശേഷം സൂര്യൻ്റെ വെളിച്ചൊക്കെ വന്നതിന് ശേഷം നമ്മൾ മിനായിലേക്ക് തന്നെ പുറപ്പെടുകയാണ്. ഈ മിനായിലേക്കുള്ള യാത്ര ഒരു പക്ഷേ നമ്മുടെ ഖൈമയിലേക്കാകാം, അല്ലെങ്കിൽ ജംറകളിലേക്കാകാം. കഴിഞ്ഞ വർഷങ്ങളൊക്കെ ജംറയിലേക്കാണ് പോലീസ് വിട്ടത്. അതുകൊണ്ട് നമ്മൾ 70 കല്ലുമായി കൊണ്ട് പുറപ്പെട്ട് ജംറയിലേക്കാണ് പോകുന്നതെങ്കിൽ എന്ത് വേണം? അതിൽ നിന്ന് 7 കല്ലെടുത്തുകൊണ്ട് ഒന്നാമത്തെ ജംറ ഒഴിവാക്കി, രണ്ടാമത്തെ ജംറ ഒഴിവാക്കി, ജംറത്തുൽ അഖബയാകുന്ന വലിയ ജംറനെ അവിടെ ചെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഓരോ കല്ല് വീതം എടുത്തുകൊണ്ട് എറിയുന്നു. എറിയുമ്പോഴൊക്കെ കാര്യം കാണിച്ചു തരും. കല്ല് അവിടെയും ഇവിടെ തെറിക്കാനൊന്നും പാടില്ല. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ ചൊല്ലി ഓരോ കല്ലുകളും എറിഞ്ഞ് തിരിച്ച് നമ്മളെ ഖൈമയിലേക്ക് പോകുമ്പോൾ ഇടഭാഗത്തും വലഭാഗത്തുമൊക്കെ ബാർബർ ഷോപ്പ് ഉണ്ടാകും. അവിടെ ചെന്ന് പുരുഷന്മാരൊക്കെ മുടി കളയുന്നു. അതിന് വേണ്ട കാശും കാര്യങ്ങളൊക്കെ നമ്മയിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഇൻഷാ അല്ലാഹ് അവിടെ ചെന്ന് ആ മുടിയെല്ലാം കളഞ്ഞ് നമ്മൾ ഖൈമയിലേക്ക് എത്തുന്നു. നന്നായിട്ട് നമ്മൾ കുളിക്കുന്നു. ആ മുടി കളയുന്നതോട് കൂടെ ഇഹ്റാമിൽ നിന്ന് 90% നമ്മൾ എന്ത് ചെയ്യുന്നു? ഒഴിവാകുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? വസ്ത്രം ധരിക്കാം, എണ്ണ തേക്കാം, സോപ്പ് തേക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ആ ദുൽഹിജ്ജ മാസം 10 അന്ന് പെരുന്നാൾ ദിവസം ഭക്ഷണം കഴിച്ച് അന്ന് രാത്രി അവിടെ താമസിച്ച് 11 അന്ന് 21 കല്ല് വീതം നമ്മുടെ കയ്യിൽ വെച്ച് 3 ജംറകളും ളുഹുർക്ക് ശേഷം എറിയാൻ വേണ്ടിയുള്ള യാത്രയുണ്ടാകും. മനസ്സിലായല്ലോ? അങ്ങനെ ഇൻഷാ അല്ലാഹ് ളുഹുറിന് ശേഷം കൂട്ടമായിട്ട്, അല്ലെങ്കിൽ അസറിന് ശേഷം, അല്ലെങ്കിൽ യശാന് ശേഷം, മഗ്രിബിന് ശേഷം, അതൊക്കെ ഇൻഷാ അല്ലാഹ് മാനേജ്മെൻറ്റുമായി തീരുമാനിച്ച് ഉസ്താദുമാർ മുഷാവറ ചെയ്തിട്ട് എപ്പോഴാണ് പറ്റ സമയം നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഞങ്ങൾ കൊണ്ടുപോകും. തിരക്കൂട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ അവിടേക്ക് പോകുന്നുണ്ട്, അവർ പോകുന്നുണ്ട്, ഇവർ പോകുന്നുണ്ട് എന്നുള്ള ആശങ്ക ഒന്നും നിങ്ങളുടെ കയ്യിൽ വേണ്ട, ആർക്കും വേണ്ട. ഈ കല്ലുകൾ എടുത്തുകൊണ്ട് പോകുന്നു. ജംറത്തുൽ ഊലയും ജംറത്തുൽ ഉസ്തയും ജംറത്തുൽ അഖബയും നമ്മൾ എറിയുന്നു. അന്ന് രാത്രിയും അവിടെ താമസിക്കുന്നു. പിറ്റേന്ന് 11 അന്ന് രാവിലെ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് മക്കയിൽ പോയിക്കൊണ്ട് തവാഫും സയ്യും ചെയ്യാം, അല്ലെങ്കിൽ അറിവ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നീക്കി വെക്കാം, ഇല്ലെങ്കിൽ അവിടെ തന്നെ താമസിക്കാം. ഉച്ചയ്ക്ക് ശേഷം ഇൻഷാ അല്ലാഹ് തല നമ്മൾ എന്ത് ചെയ്യുന്നു? 3 ജംറകൾ എറിയാൻ വേണ്ടി പോകുന്നു. മനസ്സിലായല്ലോ? ജംറത്തുൽ ഊലയും ജംറത്തുൽ ഉസ്തയും ജംറത്തുൽ അഖബയും. അങ്ങനെ 12 അന്ന് വേണമെങ്കിൽ നമുക്ക് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ, മിനായിലെ കർമ്മങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം, മക്കയിലേക്ക് പോകാം. അല്ലെങ്കിൽ അന്നും കൂടി അവിടെ താമസിച്ച് 3 ജംറകളും എറിഞ്ഞ് നമ്മളിങ്ങോട്ട് മക്കയിലേക്ക് പോകുന്നു. അപ്പോൾ 12 അന്ന് മടങ്ങുകയാണെങ്കിൽ 21 കല്ല് നമ്മൾ ബാക്കി ഉണ്ടാകും. ഉണ്ടാവില്ലേ? 11, 12, 13 എറിയാനുള്ള കല്ലുകളുണ്ടല്ലോ. അതിൽ 12 അന്ന് എറിഞ്ഞ് നമ്മൾ അവസാനിപ്പിക്കുകയാണെങ്കിൽ 21 കല്ലുകൾ ബാക്കി ഉണ്ടാകും. ഈ കല്ലുകൾ എന്താ വേണ്ടത്? നാട്ടിലേക്ക് കൊണ്ടുവരണോ? അല്ല ആർക്കെയും വിൽക്കണോ? ആർക്കെയും വർക്കത്തിന് കൊടുക്കണോ? ഒന്നും വേണ്ട. അത് എവിടെ ഇട്ടാൽ മതി? മിനിയിലിട്ടാൽ മതി. എന്ത് ചെയ്യണം? അങ്ങോട്ട് കൊണ്ടുവരും വേണ്ട, ആർക്കും കൊടുക്കും വേണ്ട. മനസ്സിലായല്ലോ? അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ അസീസിലെത്തിയതിന് ശേഷം അവിടെ ചെന്ന് റെസ്റ്റ് എടുക്കുകയും സൗകര്യപ്പെടുന്ന രീതിയിൽ തവാഫും സയ്യൊക്കെ ചെയ്യാൻ വേണ്ടി ഇൻഷാ അല്ലാഹ് കമ്പനി ബസ്സിൽ തന്നെ നമുക്ക് പോയിട്ട് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പോകുന്നതിലേക്കുള്ള വിടവാങ്ങൽ തവാഫും ചെയ്ത് നമുക്ക് ഇൻഷാ അല്ലാഹ് തിരിച്ചു വരാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. മഖ്ബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജാണ് ഉദ്ദേശിക്കുന്നത്. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഹജ്ജ് സ്വീകരിക്കപ്പെടണമെങ്കിൽ 3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് പറഞ്ഞു നിർത്താൻ 3 കാര്യങ്ങൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, അൽ ഹജ്ജു അശ്ഹുറും മഅലൂമാത്ത്. ഹജ്ജ് എന്ന് പറഞ്ഞാൽ ചില മാസങ്ങളാണ്. ശവ്വാൽ മാസം, ദുൽഖഅദ് മാസം, ദുൽഹിജ്ജൻ്റെ 10 ദിവസം. മനസ്സിലായല്ലോ? അവിടെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഒരാൾ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കുകയാണെങ്കിൽ ഫലാ റഫസ വലാ ഫുസൂഖ വലാ ജിദാല, ഒരു തർക്കവും പാടില്ല, ഒരു അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല, ഒരു തെറ്റുകളും ചെയ്യാൻ പാടില്ല. റഫത്ത് പാടില്ല, ഫുസൂഖ് പാടില്ല, അതേപോലെ തന്നെ തർക്കവും പാടില്ല. ഇത് 3 നമ്മുടെ ജീവിതത്തിൽ വരുന്ന സംഗതികളാണ്. റഫത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അശ്ലീലമായിട്ടുള്ള, ഇങ്ങനെ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ പോലും ആ രീതിയിലുള്ള
അന്യസ്ത്രീകളാവുമ്പോൾ ഹറാമിൻ്റെ വലിയ ഹറാമായിട്ട് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്തകളും നമ്മുടെ ഒരു വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ മനസ്സിലുണ്ടാക്കാൻ പാടില്ല. അതേപോലെ തന്നെ ഫുസൂഖ് എന്ന് പറഞ്ഞാൽ ഹജ്ജിന് ഇഹ്റാം ചെയ്താൽ ഉംറയ്ക്ക് ഇഹ്റാം ചെയ്താൽ പാടില്ലാത്ത ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, അതും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ വലാ ജിദാല, തർക്കവും പാടില്ല. നേരത്തെ പറഞ്ഞല്ലോ, ഒരു സാധനം വാങ്ങുമ്പോൾ പോലും തർക്കിക്കാൻ പാടില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഹജ്ജ് ശരിയാകണമെങ്കിൽ അല്ലേ, മഖ്ബൂലായിട്ടുള്ള മബ്റൂറായിട്ടുള്ള ഹജ്ജ് ചെയ്ത ആളുകൾക്ക് മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ. എല്ലാവർക്കും സ്വർഗം ലഭിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. നമ്മളൊരു ഉമ്മ പ്രസവിച്ച മകനെ പോലെ മകളെ പോലെ തിരിച്ചു വരണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഹജ്ജിൽ തെറ്റായ ചിന്തകൾ ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തെറ്റായിട്ടുള്ള പ്രവർത്തനം ഉണ്ടാകാൻ പാടില്ല. ഒരു കണ്ടുകൊണ്ടാണെങ്കിലും വാക്കുകൊണ്ടാണെങ്കിലും മനസ്സുകൊണ്ടാണെങ്കിൽ പോലും ഒരു ചീത്ത കാര്യങ്ങൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതേപോലെ തന്നെ നിസ്സാരമായ കാര്യങ്ങളാണെങ്കിൽ പോലും ഒരു തർക്കം ഉണ്ടാകാൻ പാടില്ല. ഹാജിമാരാണ് നമ്മളെ വഴി തെറ്റിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുന്ന ഗൂഢസംഘം ഉണ്ടാവുമല്ലോ. അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു തർക്കം ഉസ്താദുമാരുമായിട്ടോ മാനേജ്മെൻറ്റുമായിട്ടോ പരസ്പരമോ ഒരു നിലക്കുള്ള തർക്കത്തിനും അവിടെ ഇടവരരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ മുടക്കിയ അധ്വാനം, നമ്മൾ ചെലവഴിച്ച പൈസ, നമ്മൾ ചെലവഴിച്ച മറ്റ് സൗകര്യങ്ങൾ ഇതെല്ലാം നഷ്ടപ്പെടുന്നു മാത്രമല്ല വലിയ കുറ്റക്കാരായിക്കൊണ്ട് മടങ്ങേണ്ടി വരും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെയും പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പറഞ്ഞതിൽ വല്ല സംശയങ്ങളുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ചോദിക്കാം, അതിന് ഉസ്താദുമാർ മറുപടി നൽകും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഹജ്ജ് ഉംറയും ചെയ്യാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹജ്ജ് എങ്ങനെ എന്നത് നാട്ടിൽ നിന്ന് തുടങ്ങി ഇൻഷാ അല്ലാഹ് 3 ദിവസം ജംറകൾ എറിഞ്ഞ് നമ്മൾ തഹല്ലുലായി നമ്മുടെ അസീസിയ റൂമിൽ വിശ്രമിക്കുന്നതിലേക്ക് എത്തി. നമുക്ക് നിയന്ത്രിക്കുകയും സഹാറയുടെ കുടുംബമായി ഒരുപാട് വർഷങ്ങളായി ഉംറക്കും ഹജ്ജിനും നേതൃത്വം കൊടുക്കുന്ന റഹ്മാൻ ഉസ്താദ് ഇൻഷാ അല്ലാഹ് പ്രധാനപ്പെട്ട വിഷയം പറയും.